പ്രിയപ്പെട്ടവരെ നമസ്കാരം. പ്രതികരണം പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങൾ ഇന്ന് ഞായറാഴ്ചയാണ്. അപ്പോൾ ഇന്ന് രാവിലെ നേരത്തെ ഞങ്ങൾ വീഡിയോ നിർത്തിക്കുള്ളതൊക്കെ സെറ്റാക്കി വെച്ചിട്ട് ഷെഡ്യൂൾ ചെയ്ത് 9 മണിക്ക് ഷെഡ്യൂൾ ചെയ്ത് വെച്ചിട്ട് ഞങ്ങൾ എറണാകുളം പോയി. എറണാകുളത്ത് വൈറ്റ് ഞാറക്കില് മാലിപ്പുറം എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള കൊച്ചുറാണി എന്ന് പറഞ്ഞ ചേച്ചിക്കാണ് നമ്മുടെ ഫിൽറ്റർ വാട്ടർ പ്യൂരിഫയർ സമ്മാനമായിട്ട് കിട്ടിയത്. അപ്പോൾ അത് കൊണ്ടുപോയി കൊടുക്കാൻ ധനീഷും ഞാനും സരിതയും നിതിനും കൂടിയിട്ട് പോയി. വന്നു അപ്പം തന്നെ ഞങ്ങൾക്ക് വേറെ ഒരു പരിപാടി ഉണ്ട്, അതൊരു പേരിടൽ സദ്യ. അവിടേക്ക് ഓടി. ആ പരിപാടി കഴിഞ്ഞ് ഹാളിൽ നിന്ന് എല്ലാവരും പൂമ്പെടുത്തി ഞങ്ങളുടെ എത്താൻ വേണ്ടി ഞാൻ ചെന്ന് സദ്യയൊക്കെ ഉണ്ട്, വയറൊക്കെ നിറഞ്ഞ് ഹാപ്പി ആയിട്ട് പായസമൊക്കെ കുടിച്ച് ഞങ്ങൾ വന്നിട്ട് ഇന്നത്തെ വീഡിയോ എങ്ങനെയുണ്ട്, ആൾക്കാർ കാണുന്നുണ്ടോ എന്നിട്ട് കമൻസൊക്കെ നോക്കിയപ്പോൾ സർവം പേളിമയം. വീഡിയോയിൽ എന്താണ് ഞങ്ങൾ ചെയ്തതിനെ കുറിച്ചിട്ട് എല്ലാ കമൻസ്, അങ്ങനത്തെ കമൻസും ഉണ്ട് കേട്ടോ. പക്ഷേ പേളി പ്രസവിച്ചത് ഞങ്ങൾ പറഞ്ഞില്ല. ഇതാണ് വലിയ അപരാധം, ഞങ്ങൾ ചെയ്തിരിക്കുന്ന ഒരു തെറ്റ്. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിലോ ആ വീഡിയോൻ്റെ ലാസ്റ്റ് ഭാഗത്ത് എവിടെയോ ഞാൻ പറയുന്നുണ്ട്, പേളി പ്രസവിച്ച കാര്യം കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. പക്ഷേ ആ പറഞ്ഞ ഭാഗങ്ങളിൽ മൈക്കിന് എന്തോ സംഭവിച്ചിട്ട് ഒരു ഇത് വന്നപ്പോൾ നിതിൻ എഡിറ്റ് ചെയ്യണതിൻ്റെ ഇടയിൽ അത് അവൻ അങ്ങനെ ചെയ്യാറുണ്ട്. മൈക്കിൽ ശരിക്കും ശബ്ദം വരാത്ത ഭാഗങ്ങളൊക്കെ അവൻ കട്ട് ചെയ്ത് കളയാറുണ്ട്. അവനത് എഡിറ്റ് ചെയ്ത് കളഞ്ഞു. ഇത് ഇത്ര വലിയ പ്രശ്നമാവുമെന്ന് അവൻ വിചാരിച്ചിട്ടുണ്ടാവില്ല. അങ്ങനെ ഒരു പട്ടി പ്രശ്നം ഇത്രയ്ക്ക് വലിയ വിഷയമായിട്ട് ആളുകൾ ഇതിൽ കമൻറ്റിലൂടെ നിറയെ പറയുന്നു വിചാരിച്ചില്ല. അതായത് പേളി പ്രസവിച്ചു. അത് നമ്മൾ ഈ അനിലേട്ടൻ്റെ വീടിൻ്റെ ബാക്കിൽ നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ, ഒരു തെങ്ങിൻ്റെ സ്ഥലം സെറ്റ് ആക്കില്ല. പക്ഷേ എല്ലാവരും അവിടേക്ക് വന്നപ്പോൾ അവിടെ നിന്ന് സ്ഥലം മാറ്റി. അവിടെ എടുക്കണത് എല്ലാവരും വന്ന് നോക്കാൻ തുടങ്ങിയപ്പോഴേ അവർക്ക് അവിടെ സേഫ്റ്റി എല്ലാം തോന്നുന്നു. എന്നിട്ട് പണിസ്ഥലമില്ലേ, നമ്മുടെ സ്വർണ്ണ പണിസ്ഥലം ഉണ്ട്, അതിൻ്റെ ബാക്കിലായിട്ട് പോയിട്ട് അവിടെ പറ്റൂ. അങ്ങനെ 7 കുട്ടികള്, അത് മാത്രമേ നമുക്ക് അറിയുള്ളൂ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഉള്ള കാര്യങ്ങൾ അറിഞ്ഞപ്പോഴേക്കും സ്മിതേച്ചി വന്നിട്ട് അവളെയും കുട്ടികളെയും കൊണ്ടുപോയും ചെയ്തു അവിടേക്ക്. പിന്നെ നമുക്കൊന്നും അറിയില്ല. അപ്പൊ പേളി പ്രസവിച്ചു. പിന്നെ നമ്മുടേതായ കാര്യങ്ങളിൽ പോയി. ഈ പട്ടി പ്രസവിച്ച കാര്യം ഇത്ര വലിയ വിഷയമാവുമെന്ന് ഞങ്ങൾ വിചാരിച്ചില്ല. അപ്പോൾ പറയാൻ പറ്റാഞ്ഞതിൽ ഞങ്ങൾ മാപ്പ് ചോദിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ഇട്ട വീഡിയോയിലത്തെ കേട്ടോ, സാധാരണ ഇന്നിട്ട വീഡിയോയിലത്തെ കമന്റ്സ് നമ്മൾ എടുക്കാറില്ല. പക്ഷെ ഇതിലിപ്പോ കണ്ട 2-3 കമന്റ്സ് വായിക്കാം. ശ്രുതി സുരേഷൻ ഇത്രയ്ക്ക് പോകുന്നൊരു കമന്റ്, പേളി പ്രസവിച്ചത് പറയും എന്ന് കരുതി. നിങ്ങൾ കൊണ്ടുവന്നതല്ലേ അവളെ, അജുചേട്ടന് അവളെ വലിയ കാര്യമല്ല എന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. സരിത ചേച്ചിക്ക് അവളോട് സ്നേഹം തന്നെയാണ്. അവളുടെ കാര്യം അജുചേട്ടൻ പറയാൻ സമ്മതിക്കാത്തതാകും. എന്തൊക്കെയാണ് ചേട്ടനെ പണ്ട് വളരെ നിഷ്കളങ്കനായി തോന്നിയിരുന്നു. ഇപ്പോൾ വീഡിയോ കാണുമ്പോൾ ദുർവാശിക്കാരനും തന്നിഷ്ടക്കാരനുമായി തോന്നുന്നു. ചേച്ചി പറയുന്നത് കേട്ടതായി പോലും ഭാവിക്കാതെ എന്തൊക്കെയോ ചെയ്യുന്നത് കാണാം. ഈയിടെയായി വീഡിയോയ്ക്ക് വേണ്ടി എന്തൊക്കെയോ കോപ്രായം കാട്ടുന്നതായി തോന്നുന്നു. ഷാജൻ ചേട്ടന്റെ ഫാമിലിയുമായി ചേച്ചിക്കും മോനും ഒന്നും പ്രശ്നമില്ല, മറിച്ച് ചേട്ടനാണ് അവരുമായി സഹകരിക്കാത്തത് എന്ന് സ്മിത ചേച്ചിയുടെ 1-2 വീഡിയോ കണ്ടപ്പോൾ തോന്നിയിരുന്നു. അമ്മയുടെ ശ്രാദ്ധം, അവരുടെ മകൻ ശബരിമലയിൽ പോയി വന്ന വീഡിയോ. സരിത ചേച്ചിയെ നല്ല ഇഷ്ടമാണ്. ചേച്ചി വളരെ ജെന്യുവിനാണ്, ഒട്ടും കാപട്യമില്ല. പേളി സ്മിത ചേച്ചിയുടെ വീട്ടിൽ സുരക്ഷിതയായിരിക്കും. അവർ അതിനോട് കാണിക്കുന്ന സ്നേഹവും കരുതലും കണ്ടാൽ തന്നെ അറിയാം. അവളുടെ കുഞ്ഞുങ്ങളെ കാണിക്കാൻ ആ ചേച്ചിക്ക് തന്നെയാണ് അർഹത. പിന്നെന്താ പ്രശ്നം? നെറ്റ് പോയില്ലോ. അജുചേട്ടൻ അവളെ പടിയടച്ച് പുറത്താക്കിയതല്ലേ? ചിരി വരെ എനിക്ക്. കമന്റ് ഡിലീറ്റ് ചെയ്യും എന്നറിയാം, ചെയ്തിട്ടില്ല എന്ന് മാത്രമല്ല അതേ വായിക്കും ചെയ്യുന്നത്. മറ്റുള്ളവർ കാണാനല്ല, നിങ്ങൾ വായിക്കാൻ ഇടുന്ന കമന്റാണ്. വായിച്ചിട്ട് ഡിലീറ്റ് ചെയ്തോളൂ. എൻ്റെ ഫേവററ്റ് ചാനൽ ഇതാണ്, അത് മനസ്സിലായി കമന്റ് വായിച്ചപ്പോൾ. സബ്സ്ക്രൈബ് ചെയ്ത ഏക ചാനലും ഇതാണ്. നിങ്ങളുടെ ഭാഗത്തു നിന്നും ശരി മാത്രമാണ് പ്രതീക്ഷിക്കുന്നത്. അജുചേട്ടൻ ദുർവാശിയും വൈരാഗ്യവും ഉണ്ടെങ്കിൽ അത് കളയണം. അവരോടുള്ള പിണക്കം മാറ്റണം. നിങ്ങളോടുള്ള ഇഷ്ടം ആളുകൾക്ക് കൂടുകയേ ഉള്ളൂ. ഇല്ല, ഞാൻ ആദ്യം തന്നെ പറയട്ടെ, ശ്രുതിക്ക് എന്നോട് വ്യക്തിപരമായിട്ട് എന്തെങ്കിലും വിരോധം ഉണ്ടെന്ന് എനിക്കറിയില്ല. ഇവിടുത്തെ പ്രശ്നങ്ങൾ ശ്രുതിക്ക് അറിയില്ലല്ലോ. ഇവിടെ 10-50 കൊല്ലങ്ങളായിട്ട് നാടൻ നായ്ക്കൾ നമ്മുടെ വീട്ടിൽ വളർത്തിക്കൊണ്ട് വരുന്നതാണ്. ഞങ്ങൾ ഈ മൊത്തത്തിൽ എല്ലാവർക്കും ഇതുവരെയായിട്ട് ഇവിടെ നാടൻ നായ്ക്കളെ സ്ഥിരമായിട്ട്, അതായത് 4 നായ്ക്കൾ അല്ലെങ്കിൽ 5 നായ്ക്കളെ വെച്ചിട്ട് നമ്മൾ ഓരോ തലമുറ കഴിയുന്നതോറും കൊണ്ടുവരുന്നതും അവറ്റെ വളർത്തുന്നത് പറഞ്ഞാൽ തീറ്റ കൊടുക്കുന്നത്. ഇപ്പോൾ അനിലേട്ടൻ തീറ്റ കൊടുക്കും, അല്ലെങ്കിൽ ബാക്കിയുള്ള എല്ലാവരും തീറ്റ കൊടുക്കും. അവറ്റങ്ങളെ വളർത്തി അവറ്റങ്ങളെ ബന്ധീകരണം നടത്തി അവറ്റങ്ങളെ 2-3 ദിവസം ഇഞ്ചക്ഷൻ ചെയ്യുന്നതും ഒക്കെ കൊണ്ടുപോകുന്നത് ഞാൻ. വേറൊരാൾ പോലും ഇനി ചത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവറ്റകളെ കുഴിച്ചിടാൻ കൊണ്ടുപോകുന്നത് ഞാൻ തന്നെയാണ്. മെയിനായിട്ട് ഞാനായിരിക്കും കുഴിച്ചിടാൻ കൊണ്ടുപോകുന്നത്. അല്ലേട്ടുണ്ടാവും, പിന്നെ ആരും ഉണ്ടാവാറില്ല ഇതിനെ. ഇപ്പോൾ നായ്ക്കളെ കൊണ്ടുവന്നപ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇതിന് മുന്നേ ഞാൻ പറഞ്ഞുതരാം, ഇവിടെ നാടൻ നായ്ക്കളെ വളർത്തി കൊണ്ടുവരുമ്പോൾ ഇവിടേക്ക് പല ആളുകളും വരും. കുറേ നാൾ മുമ്പ് ഒരു പിച്ച തണ്ടാൻ വന്നിട്ടുള്ള ഒരു ആളെ നാടോടി സ്ത്രീനെ കടിച്ചു.
കടിച്ചപ്പോൾ അതിനെ കൊണ്ടുപോയി ആശുപത്രിയിൽ കൊണ്ടുപോയിട്ട് അതിന് മരുന്നും ഇതും കൊടുത്ത് പിന്നെ പൈസയും കൊടുത്ത് വിട്ടത് നമ്മളാണ്. അതേപോലെ തന്നെ ഇവിടെ വേറൊരു ചേച്ചി ഇതിലെ പുല്ലരിയാൻ ഇതിൽ വന്നു. ഇവിടെ നായ്ക്കളല്ലേ വെറുതെ അലഞ്ഞു തിരിഞ്ഞ് നടക്കല്ലേ പറ്റുള്ളൂ, മതിലുകളൊന്നും ഇല്ലല്ലോ. അതിന് കഴിച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് പൈസ കൊടുത്തു തുടങ്ങും. അത് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് പൈസ വാങ്ങിച്ചു കൊണ്ടുപോകുക. അപ്പോൾ ഇങ്ങനെയുള്ള അവസ്ഥ പിന്നെയും കുറേ ആളുകൾ ഇവിടെ പല ആളുകളും വരുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മളൊരു ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവറ്റങ്ങളെ കൃത്യമായിട്ട് ഇഞ്ചക്ഷൻ ചെയ്ത് ഇവറ്റങ്ങളെ എങ്ങനെയും പൂട്ടിയില്ല, പകൽ പൂട്ടിയില്ല. വൈകുന്നേരം പിന്നെ വരുമ്പോൾ ആളുകളെ മേത്തിക്ക് ചാടുന്നതും കുറയ്ക്കുന്നതൊന്നും നമുക്ക് പ്രശ്നമില്ല. കാരണം നായ്ക്കളെ വളർത്തുന്നത് നമ്മൾ വീട് കാവലിനാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ചാർലീനെയും പേളീനെയും നമ്മൾ പൂട്ടിയിടാനായിട്ട് പകൽ പൂട്ടിയിടാൻ നോക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഈ പേളി പെണ്ണാണല്ലോ, പേളീനെ ഈ വന്ധീകരണം നടത്താനായിട്ട് ഞങ്ങൾ പറവട്ടാനിയിലത്തെ പ്രകാശത്തിലേക്ക് കൊണ്ടുപോയി. അപ്പോൾ അവിടുത്തെ ഡോക്ടർ പറഞ്ഞു ഇതിന് ഇത്തിരി കൂടി വളർച്ചയും കൂടി ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ഒരു മിനിറ്റ്, കാമറി ലോറി ഉണ്ടായിരുന്നു. ഇന്നേ വരെ ഇവിടെ ഒറ്റ പട്ടികളും പ്രസവിച്ചിട്ടില്ല. കാരണം അപ്പോഴത്തേക്കും ചേട്ടൻ കറക്റ്റ് ആയിട്ട് വിറ്റങ്ങളൊക്കെ കൊണ്ടുപോയിട്ട് വന്ധ്യംകരണം ചെയ്ത് ഇഞ്ചക്ഷൻ എടുത്ത് കൃത്യമായിട്ട് വിറ്റുള്ള കാര്യം ചെയ്തിട്ടുണ്ടോ? കാമറി ലോറി ഉണ്ടായിരുന്നു, അവർ പ്രസവിച്ചിട്ടില്ല. എത്ര കൊല്ലം 12 കൊല്ലം അവർ ഇവിടെ നിന്നു, അവർ പ്രസവിച്ചിട്ടില്ലല്ലോ. അപ്പോൾ അത് ആ സമയമാകുമ്പോൾ നമ്മൾ കൊണ്ടുപോകാമെന്ന് വിചാരിച്ചിട്ട് ടൈമിൽ അപ്പോൾ ഇതിന് പൂട്ടിയിടും വേണമല്ലോ. ആ സമയത്ത് ഇവള് പിന്നെ പൂട്ടിയിടാൻ തുടങ്ങിയപ്പോഴാണ്. കാരണം ഇവിടെ വളർന്ന വീടുണ്ടല്ലോ, ഇവിടെ നമ്മൾ ഇത്തിരി വലുതായിട്ടാണ് കിട്ടി. അതാണ് ഇവൾക്ക് നമ്മളോട് അങ്ങനെ ഇങ്ങനെ ഇണക്കം വരാതിരുന്നത്. അപ്പോൾ ഇവളെ വളർത്തിയിരുന്ന ആ ചേച്ചിയുടെ വീട്ടിൽ ഇവളെ പൂട്ടിയിരുന്നില്ല. 4 പട്ടികൾ അവിടെ ഉണ്ട്. അതിലത്തെ 3 പൂട്ടിയിടും. ഇവളെ മാത്രം ആ ചേച്ചി പറഞ്ഞു ഇവളെ മാത്രം ഇന്നേ വരെ പൂട്ടിയിട്ടിട്ടില്ല. അപ്പോൾ ഇവൾക്ക് ഇവിടെ ഒന്ന് പൂട്ടിയിടാൻ തുടങ്ങിയപ്പോൾ ഭയങ്കര നിലവിളിയാ. പിന്നെ ഇവളെ കിട്ടാണ്ടായി. പിന്നെ ഇവള് ശരിയായിരുന്നു. കൃത്യമായിട്ട് ആ പൂട്ടേണ്ട സമയത്ത് ചാർലിയും പേളിയും അവരെ ഞങ്ങളുടെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ അറിയാം. അവര് കെടുക്കും. ആ പൂട്ടേണ്ട സ്ഥലത്ത് അവരെ പൂട്ടാറുണ്ട്. പിന്നെ പേളീനെ കിട്ടാണ്ടായി. പേളീന് കിട്ടാണ്ടാവും ചെയ്തു. പേളീന് പിന്നെ നമുക്ക് ഞങ്ങളെ ചേട്ടനെ കാണുമ്പോൾ അവൾ ഓടും. ചേട്ടനാണല്ലോ അത് കാരണം. അല്ലാണ്ട് ഇപ്പൊ ചേട്ടന് ഇപ്പൊ എന്തിനാണ് ഇപ്പൊ അതിൽ പറയുന്നുണ്ട് പേളിയോട് ചേട്ടനെ മുന്നേ ഇഷ്ടമില്ലാന്ന്. എന്തിനാണ് ഇഷ്ടക്കേട്? ഇവിടെ കാലത്ത് നിങ്ങൾ അതിരാവിലെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ നായ്ക്കളെ പൂട്ടിയിടാനായിട്ട് ഞാൻ ഈ പറമ്പ് ഈ 2.5 ഏക്കറിൻ്റെ ഇടയിൽ ഞാൻ കിടന്ന് ഓടുന്നത് ഇവിടെ ഉള്ളവർക്ക് മുഴുവൻ കാണാം. ഞാൻ മാത്രം ഓടാറില്ല. പിന്നെ ഒരാൾ പോലും പിന്നെ പൂട്ടിയിടാനായിട്ട് ഓടും. പിന്നെ അല്ലേട്ടൻ വല്ല ഇവിടെ വല്ല സദ്യകളുണ്ട് അങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അല്ലേട്ടൻ പൂട്ടാൻ ഹെൽപ്പ് ചെയ്യും. ഇങ്ങനെയൊക്കെയാണ്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ആളുകൾ വരുമ്പോൾ ഈ സദ്യകളുടെയും അതിൻ്റെയൊക്കെ കിടന്ന് ഓടാൻ പാടില്ല. അല്ലാണ്ട് നായ്ക്കളോട് ഗുനിയും കാണുമ്പോൾ അവള് വന്ന് ഓടുന്നിടത്തേക്ക് പിന്നെ ഞങ്ങള് പൂട്ടാൻ തുടങ്ങി. അപ്പൊ പിന്നെ ഞങ്ങളെ 3 പേരെ കാണുമ്പോൾ അവള് പറക്കും. അവൾക്കൊരു ജാതി സ്പീഡാ. ഈ മാനുകൾ പോവില്ല അതുപോലെ അവള് പോവാ. പിന്നെ ഈ കമന്റിലത്തെ ഏറ്റവും വലിയ സരിതനെ നന്നായി തലോടി കൊടുത്ത് എന്നെ നന്നായി ഇതായിട്ട് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ മെയിനായിട്ടുള്ള കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ തമ്മിൽ ഒരു ചെറിയൊരു ഇത് ഉണ്ടാക്കുക എന്നാണ് ഈ കമന്റ് വായിക്കുന്നതിലൂടെ തന്നെ നമുക്ക് ഒറ്റയടിക്ക് മനസ്സിലാക്കാൻ പറ്റും. അതിന്റെ സത്യസന്ധത അളക്കാനായിട്ട് നിങ്ങളാരും വരണ്ട. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ 7 കൊല്ലമായി യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് എൻ്റെ സ്വഭാവത്തിന് അന്നൊന്നുമില്ല ഒരു മാറ്റമില്ല, ഇപ്പോഴും വലിയ മാറ്റമില്ല. ഞാൻ എങ്ങനെയാണോ വീഡിയോയിൽ ഇടുന്നത് അതേപോലെ തന്നെയാണ് ഞങ്ങൾ കാണിക്കുന്നത്. നായ്ക്കളെ കാണിക്കാൻ വേണ്ടി പിടിച്ചു കൊണ്ടിട്ട് ബിസ്ക്കറ്റ് കൊടുത്തിട്ട് അങ്ങനെ സ്നേഹിപ്പിച്ചു പോകുന്ന പരിപാടി നമുക്കില്ല. നമ്മൾ വീഡിയോ എടുത്തോണ്ടിരിക്കുമ്പോൾ അവർ വന്നെങ്കിൽ അവരെടുക്കും, അവരെ കാണിക്കും. അല്ലാണ്ട് അവരെ കാണിക്കാൻ വേണ്ടി വീഡിയോ ഒരു ക്ലിപ്പ് എടുത്ത് വെച്ച് പിന്നെ നമ്മൾ വേറെ ചെയ്ത് നമ്മുടെ വ്ളോഗിന്റെ ഇടയിലേക്ക് ആ ക്ലിപ്പിനെ തിരികെ കയറ്റി അങ്ങനെയൊന്നും ഞങ്ങൾ ചെയ്യാറില്ല. നമ്മള് എല്ലാ ദിവസവും വീഡിയോ ഇടുന്നതാണ്. പിന്നെ എന്തിട്ടാണ് ഇവിടുത്തെ പിണക്കം മാറ്റണം, പ്രശ്നങ്ങൾ മാറ്റണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ചേട്ടനോട്. ഇവിടുത്തെ പ്രശ്നങ്ങൾ നിങ്ങൾക്ക് എന്താണെന്ന് നിങ്ങൾക്ക് ഒരു ഐഡിയയും ഇല്ല. പ്രശ്നങ്ങൾ എല്ലാ കുടുംബങ്ങളിലും ഇവിടെയും ഉണ്ട്. ഞാൻ 6 സഹോദരങ്ങളുടെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ 6 സഹോദരൻ ഇപ്പോൾ നല്ല രീതിയിൽ പോകുന്നുണ്ട്. ഇത് എപ്പോഴാണ് ഈ മാറിപ്പോവാന്ന് എനിക്കറിയില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ശ്രുതി സുരേഷിനോട് ഒരു അഭ്യർത്ഥന. ഞങ്ങൾ വീഡിയോ ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആളുകൾ സന്തോഷിക്കാനും അവർ മനസ്സ് തുറന്ന് ചിരിക്കാനും അവർക്ക് ഒരു നമ്മുടെ വീഡിയോ പോസിറ്റീവ് എനർജി തരും എന്നുള്ളതാണ്. ഞങ്ങൾക്ക് വായിക്കാനും ഭയങ്കര ഇഷ്ടമാണ്. നമ്മുടെ വീഡിയോ കൊണ്ട് ഒരാൾക്ക് ഒരു സന്തോഷം കിട്ടണമെങ്കിൽ അതല്ല നല്ലത്, അത് കാണാനാണ്. അപ്പം ഞങ്ങളുടെ കണ്ടന്റിനെ കുറിച്ച് നിങ്ങൾക്ക് പറയാം. ഞങ്ങൾക്ക് പിന്നെ പറയാൻ ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ കുറേ ഉണ്ടാവും. അത് ഞങ്ങൾ പറയൂലേ. ഞങ്ങൾക്ക് ഞങ്ങളുടെ ഇവിടുത്തെ പ്രശ്നങ്ങൾ പറഞ്ഞിട്ട് നിങ്ങളിൽ നെഗറ്റീവ് എനർജി ഉണ്ടാക്കണം. അതിന് ഞങ്ങൾക്ക് ഇഷ്ടമില്ല. അപ്പോൾ സ്വന്തം കുടുംബത്തിലത്തെ പ്രശ്നങ്ങളൊക്കെ പറയുന്ന ചാനലുകളുണ്ട്. അവരുടെ രീതി. നമുക്ക് നല്ല കാര്യങ്ങൾ ഇവിടുത്തെ നല്ല കാര്യങ്ങൾ പറഞ്ഞാൽ പോരെ. നല്ല കാര്യങ്ങൾ മനുഷ്യരിലേക്ക് എത്തിക്കുക, അതാണ് ഞങ്ങൾക്ക് ഇഷ്ടം. പ്രശ്നങ്ങൾ എല്ലാ വീടുകളിലും ഉണ്ടാവുമല്ലോ, ഇവിടെയും ഉണ്ട്. എന്തിനാണ് അതിങ്ങനെ ഓപ്പൺ ആയിട്ട് വന്ന് പറയാനിരിക്കുന്നത്? നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോ
ഞാൻ ഇങ്ങനെ കാണാൻ താല്പര്യം കാണാം. അല്ലാണ്ട് ഇത് എന്താ പറഞ്ഞില്ലേ ഇത് പറഞ്ഞില്ലേ എന്ന് പറഞ്ഞിട്ട് ഞങ്ങളുടെ അടുത്ത് വരേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മൾ ഇങ്ങനെയാണ്. ഒരു പട്ടി പ്രസവിച്ചതിൻ്റെ പേരിൽ വഴക്കൂടാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല. മനസ്സിലായ? നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു പട്ടി പ്രസവിക്കുന്നത് നല്ലതല്ല വീട്ടിൽ നിന്ന് കേട്ടിട്ടുണ്ട്. മനസ്സിലായില്ലേ? അത് അതിനെ വഴക്കുണ്ടാവും എന്ന് പറഞ്ഞിട്ട് മറ്റേ കടുക് പോയാൽ വഴക്കുണ്ടാവും എന്ന് പറഞ്ഞിട്ട് ഒരു ഇത് കണ്ടിട്ടില്ലേ, ഒരു ഷോർട്സ്. അത് അതിന്റെ പേരില് കടുക് പോയി വഴക്കുണ്ടാവും എന്ന് പറഞ്ഞ് അവിടെ വഴക്കുണ്ടായി. എന്ന പോലെ കടുക് പോയത് കൊണ്ടാണ് ഉണ്ടായത്. ശ്രുതി പ്രദീപ അല്ല ശ്രുതി സുരേഷ സോറിട്ടാ. അപ്പൊ ഇനി നമുക്ക് അടുത്ത കമന്റ് വായിക്കാം. അത് നമ്മളുടെ വീട്ടിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് നിങ്ങളെ മാനസികമായോ ശാരീരികമായോ സാമ്പത്തികമായോ നിങ്ങളെ ബാധിക്കുകയില്ല, അല്ലേ? പിന്നെ എന്തിനാണ് വെറുതെ ആവശ്യമില്ലാണ്ട് മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇടപെടാൻ പോണേ? മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾ ആ കാര്യം സ്വന്തം വീട്ടിൽ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അത് ചെയ്യൂ, അല്ല നല്ലത്. അടുത്തത് ജോഹാൻ ജെയിംസ്. പുല്ലിനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് സരിതയ്ക്ക് പറഞ്ഞ് മനസ്സിലാക്കുമ്പോൾ അജു കരുതി സരിതയ്ക്ക് ഇതൊന്നും അറിയില്ലെന്ന്. എല്ലാം കേട്ട് കഴിഞ്ഞ ഒടുവിൽ അതിൻ്റെ പേര് സരിത പറഞ്ഞപ്പോൾ അജു കരുതി ഇത് ഇപ്പം എന്തിനാണ് ഞാൻ പറഞ്ഞത്, എന്നെക്കാളും അറിയോ. സീതാർമുടിയില്ലേ, ചില സ്ഥലത്ത് വേറെ പേരുകളാണ് പറയാന്ന്. നമ്മുടെ ഇവിടെ സീതാർമുടി എന്നാട്ടാ പറയാതിനെ. ഇനി ഞങ്ങൾ മുൻപ് ഇപ്പം ഈ കമൻസ് ഒന്നും ഇന്ന് വായിക്കണം എന്ന് വിചാരിച്ച കമൻസേ അല്ലാട്ടാ. മുന്നത്തെ വീഡിയോകളിൽ എടുത്ത് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ച കമൻസ് ഉണ്ട്, അതാണ് വായിക്കാൻ പോകുന്നത്. ഇതിപ്പോ ഒരു അന്താരാഷ്ട്ര പ്രശ്നമായിട്ടാണ് നമ്മുടെ കമന്റ് ബോക്സ് കിടന്ന് ഇളക്കി മറക്കാണ്. അതുകൊണ്ട് അതിന് മറുപടി പറയാൻ കൂടിയിട്ടാണ് എന്തോരം വലിയ കാര്യന്നറിയോ. അപ്പൊ അതിന് മറുപടി പറയാൻ കൂടിയിട്ടാണ് ഞങ്ങള് ഈ തുടക്കം ഈ പറഞ്ഞേട്ടാ. ഇനി നമുക്ക് ബാക്കി എടുത്തു വെച്ചേക്കണ കമന്റിലേക്ക് പോവാം. മുല്ല ഷുബീർ. എൻ്റെ വീടിൻ്റെ അടുത്തുള്ള 3 ചേട്ടന്മാര് ഇതുപോലൊരു കുടുക്കത്തിൽ പെട്ടിട്ടുണ്ട്. കല്യാണ വീട് തെറ്റിക്കേറിയ കാര്യാട്ടാ. ചേലക്കരയിൽ പോയി വരുന്ന വഴിയിൽ വിശന്നിട്ട് നല്ല ഹോട്ടൽ നോക്കി വന്നുകൊണ്ടിരിക്കുമ്പോൾ അതാ റോഡ് സൈഡിൽ ഒരു പന്തൽ. അവരെ ക്ഷണിച്ചിട്ട് അവർ തെറ്റി കയറുതലാട്ടാ, കരുതി കൂടിയിട്ടാണ്. ഹോട്ടൽ നോക്കി വരായിരുന്നു, വിശന്നിട്ടും പാടില്ല. അവർ 3 പേര് ഉടൻ തീരുമാനിച്ചു അവിടെ കയറാം. അവർ ഓട്ടോ ഡ്രൈവറോട് കാര്യം പറഞ്ഞു. ഡ്രൈവർ അടക്കം 4 പേര്. പന്തലിലേക്ക് ഒരു വെൽക്കം ബോർഡ് വെച്ചിട്ടുണ്ട് മുന്നിൽ. അവരെ ഒരു കാർന്നോര് പിടിച്ചിരുത്തി. മുന്നിൽ ഇല വന്നു. സദ്യവട്ടങ്ങളെല്ലാം നിരന്നു. സദ്യ കഴിക്കൽ തുടങ്ങി. അപ്പോഴാണ് അതിലൊരുത്തൻ രവി ആ കാർന്നോരോട്, ചേട്ടാ അവൻ വന്നില്ലേ? അപ്പൊ കാർന്നോര് ആര്? അപ്പൊ രവി പറയാണ്, നമ്മുടെ ചെക്കൻ കാർന്നോര്. ഓ മോൻ, അവൻ പിന്നെ ഞാൻ എത്തി, മറ്റന്നാ പോവുകയും ചെയ്യും. അപ്പൊ രവി, ഇത്ര പെട്ടെന്ന് പോവാണോ? പെണ്ണിന്റെ കൂടെ കുറച്ച് ദിവസമൊക്കെ നിന്നിട്ട് പോയാ പോരെ അവന്. ഇന്ന് കല്യാണം കഴിഞ്ഞ ഉടനെ ആ കുട്ടിക്ക് എന്ത് വിഷമം ഉണ്ടാവും? കാർന്നോര്, ഏത് കുട്ടിക്ക്? രവി, നിങ്ങളല്ലേ പറഞ്ഞത് ചെക്കൻ മിനിഞ്ഞാന്ന് വന്നൂന്ന്. അപ്പോൾ അവന്റെ കല്യാണല്ലേ ഇന്ന്. ഉടനടി കാർന്നോര്, അതേ നിങ്ങളെ ഇവിടെയുള്ളവരാ, നിങ്ങൾക്ക് വീട് തെറ്റിണ്ടാവും. ഇത് കല്യാണ വീടല്ല, ഇത് അടിയന്തര വീടാ. ഇവിടെ മരിച്ച ആളുടെ മോൻ വന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത്. അവൻ പട്ടാളത്തിലാ. ഇത് കേട്ടതും ഇവരാകെ ചമ്മി നാറി. ഒന്നും മിണ്ടാണ്ട് കഴിച്ചു പോയി. പകുതി കഴിച്ചു വെച്ചു. അയ്യോ സോറി ഇട്ടാ ചേട്ടാ, ഞങ്ങളൊരു കല്യാണത്തിന് വന്നതാ. അവരെഴുന്നേറ്റു. കാർന്നൂര്, ഏയ് അവിടെ ഇരിക്കി, മുഴുവൻ കഴിച്ചിട്ട് പോയാൽ മതി. ഇതൊക്കെ സ്വാഭാവികം. അവരവിടെ തന്നെ ഇരുന്ന് കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ അപ്പുറത്ത് കാർന്നൂരോട് വേറൊരാള്, ചോറ് കഴിഞ്ഞൂട്ടാ, ഇനിയും ആൾക്കാർ കഴിക്കാണ്ട്. അപ്പൊ മറ്റൊരാള്, എന്താപ്പത് ഇത്ര പെട്ടെന്ന് കഴിയാൻ? അയാൾക്ക് കണക്ക് തെറ്റിട്ടുണ്ടാവും അരി. അപ്പൊ കാർന്നൂര്, അതിനെങ്ങനെയാ, റോഡ് വക്കിലല്ലേ ഇത് നടക്കണത്. വരണ നാറികളും പോണ നാറികളും ഒക്കെ കീറി നക്കിണ്ടാവും. ഇത് കേട്ടതും വീട് തെറ്റി കയറി എൻ്റെ നാട്ടിലെ ചേട്ടന്മാർ എഴുന്നേറ്റ് കൈ കഴുകി. ഇത് കണ്ട കാർന്നൂര്, അയ്യോ എന്തിനെണീറ്റേ, ഞാൻ വേറെ നാറികളെ കുറിച്ചാ പറഞ്ഞത്, നിങ്ങളവിടെ നിന്ന് കഴിച്ചോ. ഒരു വിധത്തിൽ അവരവിടെ നിന്ന് തടി തപ്പി. നാണങ്ങളല്ലേ, എന്തൊരു ഇതല്ലേ. അയ്യോ അതങ്ങനെ ഒരു സമയത്തെ ഭക്ഷണം കിട്ടാത്ത സമയങ്ങളിൽ ഇങ്ങനെ സദ്യകളിലേക്ക് ഇങ്ങനെ വലിഞ്ഞു കയറി പോണ ആളുകളുണ്ടായിരുന്നു തൃശ്ശൂരൊക്കെ. പണ്ടല്ല പണ്ടല്ല ഒരു ഇടക്കാലഘട്ടത്തെ ഞങ്ങൾ കോളേജിൽ പഠിക്കുന്ന ടൈമിൽ ഞങ്ങളുടെ കോളേജിൽ നിന്ന് ചേട്ടന്മാരൊക്കെ മറ്റേ അവിടെ ഈ സമൂഹക്കാട് അല്ല സദ്യകൾ അവിടേക്ക് പോയിട്ട് കയറും. എന്നിട്ട് അവിടെ നാണം കെട്ട് പോന്നിട്ടുണ്ട് ചിലവര്. ചെക്കൻ്റെ വീട്ടുകാരും പെണ്ണിൻ്റെ വീട്ടുകാരും ഒത്തൊരുമിച്ച് അവർ വഴി കവാടത്തിൻ്റെ അവിടെ നിൽക്കും. നിങ്ങളുടെ ആളാണോ ഞങ്ങളുടെ ആളാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് അങ്ങനെ സ്ഥിരമായിട്ട് പോണവരെ പിടി. അത് അങ്ങനെ കുറെ പേർക്ക് അവിടെ നിന്ന് ഇപ്പൊ ആൾക്കാർ വന്നില്ലെങ്കിലേ വിഷമം. എത്ര പേര് വന്നാലും കുഴപ്പമില്ല. മായാദേവി. താമരശ്ശേരി മക്കൾ എന്നും അഭിമാനികളാണ് കേട്ടോ. പഴമ ഒട്ടും പോകാതെ ജീവിക്കുന്നവർ. വെരി ഗുഡ്. അജു എന്തൊരു പാവമാണ്. സരിത
എത്ര കോമഡി ആണെങ്കിലും സത്യം വിളിച്ചു പറയുന്ന സരിതക്കുട്ടി എൻ്റെ ഒരു വീക്ക്നെസ് ആണ് കേട്ടോ. ജഗ്ഗുമുത്തേ ഉമ്മ. ആദർശ് പണിക്കർ, കൊള്ളാം. പായസം എന്നത് കേൾക്കുമ്പോഴേ രുചിയുടെ നിറഭേദങ്ങൾ, എത്ര തരം പായസങ്ങളാണ് നമുക്കുള്ളത്, പറഞ്ഞറിയിക്കാൻ പറ്റാത്ത രുചിയുള്ള പായസം ആർക്കാണ് ഇഷ്ടമല്ലാത്തതെന്ന് പറയുന്നതാവും ശരി. ഏകദേശം 2000 വർഷത്തെ പഴക്കമുണ്ട് നമ്മുടെ പായസ രുചിക്ക്. ഒഡീസയിലെ പുരിയിൽ നിന്ന് തുടങ്ങി ലോകമെമ്പാടും രുചിയുടെ മഹാത്മ്യം പരത്തിയ പായസം എത്ര മനോഹരമായാണ് അജുവേട്ടൻ ഉണ്ടാക്കിയത്. കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരുടെയും നാവിലൂടെ കപ്പലോടി എന്ന് തന്നെ അക്ഷരാർത്ഥത്തിൽ പറയാം. വീഡിയോ മനോഹരം. പിന്നെ സദ്യ ഉണ്ണാൻ പോയ കഥ ചെറിയ നൊമ്പരത്തിന്റെ ഭാവം ഉണ്ടായിരുന്നെങ്കിലും നിഷ്കളങ്ക ഭാവത്തിൽ അവതരണം മനോഹരമായിരുന്നു. പായസം വീഡിയോ മനോഹരം. രണ്ടുപേർക്ക് അഭിനന്ദനങ്ങൾ. വിശിഷ്യ ജഗ്ഗുവിനും ഒപ്പം മാങ്ങ അച്ചാറിനും ആശംസകൾ. ഹാപ്പി, സ്നേഹം, ഇഷ്ടം. അടുത്ത മനോഹരമായ കാഴ്ചകൾക്കും പാട്ടിനുമായി കാത്തിരിക്കുന്നു. സസ്നേഹം പണിക്കർ. അടുത്തത് യുണൈറ്റഡ് ടയേഴ്സ്. സരിതേ, പണ്ടത്തെ കാലത്ത് ഇന്നത്തെ പോലെയല്ല. ആളുകളോട് സംസാരിക്കാൻ മടിയും നാണവും ഒക്കെ ഉണ്ടാവും. പിന്നെ അജുവിൻ്റെ പ്രായവും ക്യാരക്ടറും അതല്ലേ, പിന്നെ പറയണ്ടല്ലോ. എന്തായാലും കേട്ടപ്പോൾ കരച്ചിലൊന്നു. പാവം നിഷ്കളങ്കനാണ് അജു. പടച്ചവൻ ആരോഗ്യമുള്ള ദീർഘായുസ് നൽകട്ടെ. അടുത്ത് ഷീല തദേവൂസ്. അജു എന്ത് പറഞ്ഞാലും സരിത അതിനെതിരെ പറയുന്ന ഒരു ഫീൽ. സരിതയുടെ പ്രകൃതമായിരിക്കാം, എന്നാലും അത് കേൾക്കുമ്പോൾ ഒരു വിഷമം തോന്നും. ഇന്നത്തെ പക്വത അന്നത്തെ 13 വയസ്സിനില്ല സരിത. ഇന്നത്തെ കുട്ടികൾ ഒറ്റയ്ക്ക് കല്യാണത്തിന് പോകുമോ? ഇല്ല. സരിത അത് ഇപ്പോഴത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അത് അതിന്റെ മറുപടി ഞാൻ പറഞ്ഞിട്ടുണ്ട്. എനിക്കതൊരു വിഷമവും സങ്കടവും ദേഷ്യവും കൂടി വരുമ്പോൾ വരുന്നൊരു റിയാക്ഷനാണത്. ഞാനത് കേട്ടപ്പോഴേ, ഞാൻ ആദ്യമായിട്ട് കേൾക്കണേ. മുന്നും കേട്ടിട്ടുണ്ടെങ്കിൽ ഞാനതിങ്ങനെ ഇരുന്ന് കേട്ടേനെ. ബിന്ദു സോമൻ. സരിത അജുവേട്ടനെ പിണക്കണ്ട, കഴിഞ്ഞ കാര്യമാണ് പറയുന്നത്. പിന്നെ അജുവേട്ട ആ പായസം സൂപ്പർ. കൊതിയായി. പണ്ട് കല്യാണത്തിന് പോയാൽ നാരങ്ങച്ചാർ തൊട്ട് നിൽക്കും, ഇവിടെ മാങ്ങച്ചാർ. പായസം കുടിക്കുമ്പോഴേ മട്ടപ്പോരാണ്ടിരിക്കും. ജിഷ സന്തോഷ്. എന്നാലും 13 വയസ്സുള്ള കുട്ടി വീട്ടിൽ നിന്ന് തന്നെ വഴി ചോദിച്ചിട്ട് പോകണ്ടേ? അല്ലെങ്കിൽ വീട്ടിലുള്ളവർ പറഞ്ഞു തന്നു വിടാൻ മറന്നോ? പുറത്തുള്ളവരോട് ചോദിക്കാൻ മടി നന്നായിട്ട് നമുക്ക് മനസ്സിലാവും. അത് ശരിയാ, മനസ്സിലാവും. വീട്ടിൽ നിന്ന് ഇപ്പം ചോദിക്കാണ്ട് പറയേണ്ട ഓർമ്മയില്ല ശരിക്കും എന്തുട്ടുണ്ടായെന്ന്. മരത്താക്കരിയാണ്, പിന്നെ താമരശ്ശേരിക്കാരവിടെയല്ലേ. കുഞ്ഞാവ പാലപ്പെട്ടി. മധുരം പാകമല്ലേ? തേങ്ങക്കൊത്തു പാകമല്ലേ? കഷ്ണമോ പാകമല്ലേ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. എല്ലാം പാകമല്ലേ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഒന്നും പാകമല്ലായിരുന്നു, അതുകൊണ്ടാണല്ലോ ഞങ്ങൾ വീണ്ടും ഉണ്ടാക്കിയത്. കെ സുധാകരൻ. പായസം ഫ്ലോപ്പായില്ലേ? സരിതയുടെ മുഖം കണ്ടാൽ അറിയാം. മിക്സിയിലടിച്ച് പഴം നെയ്യിൽ വരട്ടി പിന്നീട് ശർക്കരപ്പാനി ഒഴിച്ചാൽ സൂപ്പറായിരുന്നു. രണ്ടാമത് ഉണ്ടാക്കിയ പായസം. റോസ് എഡ്യൂക്കേഷൻ. പാവം അജു ചേട്ടൻ. പക്ഷേ ഇതിനേക്കാൾ എത്രമാത്രം ഞാനും എൻ്റെ ചേട്ടനും മണ്ടത്തരങ്ങൾ ചെയ്തിട്ടുണ്ട് എന്ന് വിചാരിച്ചാലും എൻ്റെ ബ്രദർ സെയിം അജു ചേട്ടൻ US സോഫ്റ്റ്വെയർ എഞ്ചിനീയറാണ്, IIT ബിരുദർ. ഞാനും മോശമൊന്നുമല്ല. പിന്നെ സത്യം പറഞ്ഞാൽ അന്ന് ഞങ്ങളെ മണ്ടൻ മണ്ടി എന്ന് പറഞ്ഞ കണ്ണോണ്ടാണ് ഞങ്ങൾ പഠിച്ചത് തന്നെ. സരിത ചേച്ചി, ഇതൊക്കെ ഓരോ അനുഭവങ്ങൾ മാത്രം. ഞങ്ങൾ ഇപ്പോഴും മണ്ടത്തരങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു, ആൾക്കാർ ചിരിച്ചുകൊണ്ടിരിക്കുന്നു. അതൊക്കെ ഒരു രസമല്ലേ? അപ്പോൾ അജു ചേട്ടൻ ഇൻട്രോവേർട്ട് ആണല്ലേ? അതാണല്ലേ സരിതേച്ചി എന്തെങ്കിലും പറഞ്ഞാൽ മറുപടി പറയാൻ കിട്ടാത്തേ? ഞാനും ചില സമയത്ത് സെയിം. അത് നമ്മുടെ ചെറുപ്പകാലത്ത് പലരും നമ്മുടെ ഈ നാട്ടുകാരൊക്കെ ഇങ്ങനെ വിളിക്കും മണ്ടൻ പിള്ളേരുകൾ, അല്ലെങ്കിൽ ഈ മണ്ടി പൊട്ടി തേങ്ങ അങ്ങനെയൊക്കെ കുറേ വിളിച്ചിട്ടുണ്ടാവും. എന്നെ സരിതാന്നുള്ളതിലും കൂടുതൽ കടിഞ്ഞു പൊട്ടി എന്നാണ് വിളിക്കാറ്. കടിഞ്ഞൂൽ പൊട്ടി, അതായത് മൂത്ത സന്താനത്തിനെയാണ് ഈ കടിഞ്ഞൂൽ സന്താനം എന്ന് പറയല. അതായത് ആദ്യമായിട്ടുണ്ടാവുന്ന കുട്ടികൾ പൊട്ടനല്ലേ, പൊട്ടി, അങ്ങനത്തെ ഒരു പേരാണ്. എന്നിട്ട് കടിഞ്ഞൂൽ പൊട്ടി. പക്ഷേ എന്നിട്ട് അങ്ങനെ വിളിച്ചിട്ടുള്ള പെൺകുട്ടികളെ ആൺകുട്ടികളൊക്കെ ചിലപ്പോൾ ഭാവിയിൽ അവരായിരിക്കും കൂടുതൽ സമൂഹത്തിൽ നല്ല രീതിയിൽ അറിയപ്പെടുന്ന ആളുകളായിരിക്കും. അത് നല്ല ജോലി വാങ്ങിച്ചിട്ടുണ്ടാവും, നല്ല സാമ്പത്തികം ഉണ്ടാക്കിയിട്ടുണ്ടാവും, നല്ല ജീവിതത്തിൽ നല്ല നല്ല നേട്ടങ്ങൾ കൊയ്തിട്ടുണ്ടാവും. അങ്ങനെയുള്ളവരായിരിക്കും അന്ന് വിളിച്ച ടീമുകൾ ചിലപ്പോൾ ആടിയിലേക്ക് പോയിട്ടുണ്ടാവും. ഉണ്ടാവില്ലേ? അറിയില്ല. അല്ല, അങ്ങനെ ഉണ്ടാവാന്ന്. അപ്പോൾ ആരെയും നമുക്ക് വിലയിരുത്താൻ പറ്റില്ല എന്നർത്ഥം. അതാണ് ഞാൻ പറഞ്ഞത്. അതാണ് നിങ്ങളുടെ കാര്യത്തിലും സംഭവിച്ചിട്ടുള്ളത്. നിങ്ങളിപ്പോൾ അമേരിക്കയിൽ ജോലി ചെയ്യുന്നു. അടുത്തത് പ്രേമാമലയത്ത്. കല്യാണക്കഥ. പാവം അജു. ഇന്നൊന്നും ഭക്ഷണത്തിന് മുമ്പിൽ നിന്ന് എഴുന്നേൽപ്പിക്കുന്ന ആളുകളില്ലെന്ന് തോന്നുന്നു. ഇന്നുണ്ടാവില്ല, ഒരിക്കലും ഉണ്ടാവില്ല. അന്ന് സരിത ജനിച്ചിരുന്നോ ആവോ? എന്നിട്ട് സരിതയുടെ മറുപടി ഇന്ന് നടന്ന പോലെ.
പായസത്തിൻ്റെ ടച്ചിങ്സ് കൊള്ളാം. സരിത പറഞ്ഞ പോലെ പായസം വെച്ചാൽ നന്നായിരുന്നു. അങ്ങനെ ഞങ്ങൾ വെച്ചു. സരിതയ്ക്ക് വേണമെങ്കിൽ 1 വയസ്സായി ഉണ്ടാവുള്ളൂ ആ സമയത്ത്. ആ 83 ജനിച്ച് 83 84 അടുത്താണ്. അടുത്ത് ഷാ ആൻ. പാവം അജു 12 വയസ്സാണെങ്കിലും അഭിമാനിയാണ്. ഇപ്പോഴത്തെ കുട്ടികളാണെങ്കിൽ ന്യൂജൻ വിളിച്ചില്ലെങ്കിലും പോയിട്ട് ഫുഡ് കഴിക്കും. അജുവിൻ്റെ ഫ്രണ്ടിൻ്റെ മാമനല്ലായിരുന്നോ ഊണ് കഴിക്കായിരുന്നു രണ്ടാമത് പോയി. സരിതയ്ക്കാണല്ലോ അജു ഫുഡ് കഴിച്ചില്ലെന്ന് കേട്ടുള്ള വിഷമം പറഞ്ഞറിയിക്കാൻ മേലെങ്കിലും ഞങ്ങൾക്ക് മനസ്സിലായിട്ടോ സരിത മോളെ ആ വിഷമം. നിങ്ങളുടെ വീഡിയോസ് ഫസ്റ്റ് തൊട്ടേ കാണാറുണ്ടെങ്കിൽ കമൻസ് വല്ലപ്പോഴും ഇടാൻ ടൈം കിട്ടും. നിങ്ങളുടെ ഈ ഈഗോ ഇല്ലാത്ത ലവ് ലോങ് ലാസ്റ്റിംഗ് ആവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. രണ്ടുപേരും ചില സമയം ചില കാര്യങ്ങൾക്ക് എടുക്കുന്ന ടേക്ക് ഇറ്റ് ഈസി പോളിസി എല്ലാ ദമ്പതികൾക്കും മാതൃകയാക്കാം. 70% ആൾക്കാർക്കും കുടുംബ പ്രശ്നങ്ങൾ ഈഗോ ക്ലാഷ് ആണ്. ഇൻ മൈ എക്സ്പീരിയൻസ് ഐ എം ടെല്ലിംഗ് സെൻസ് ഓഫ് ഹ്യൂമർ രണ്ടുപേർക്കും കുറച്ചെങ്കിലും ഇല്ലെങ്കിൽ ജീവിതം കട്ടപ്പുക. എന്നും ആയുരാരോഗ്യ സൗഖ്യം നൽകി ദൈവം അനുഗ്രഹിക്കട്ടെ. ഈഗോ വെച്ചിട്ടേ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം തന്നെ പോവുക. അത്ര ചിന്തിച്ചാൽ മതി. ഈഗോ വിചാരിച്ച് ഞാൻ വലിയ സംഭവം വിചാരിച്ച് ഇരിക്കണവര് അല്ലേ, നമ്മളുടെ ലൈഫ് തന്നെ പോവും. അല്ല പിന്നെ ഇതില് പുറം കഴിച്ചിട്ട് കുഴപ്പമില്ല, കുഴപ്പമുണ്ട്. അത് കുഴപ്പമില്ല. അതെ, ഞാൻ ഇങ്ങനെ ഇരിക്കട്ടെ. ഇതില് നമ്മൾ പറയുന്നുണ്ടല്ലോ, ഇതില് നമ്മൾ ഈ സദ്യ അന്നൊക്കെ എണ്ണി തികഞ്ഞിട്ടാണ് കറക്റ്റ് എണ്ണം വെച്ചിട്ടാണ് ആളുകളെ സദ്യ ഉള്ളിരിക്കാനെ കയറ്റാ. ആ സമയത്ത് ഇപ്പൊ മുല്ല ഷബീറിന്റെ കമന്റ് വായിച്ചപ്പെടില്ലേ, സദ്യക്ക് ഭക്ഷണം തികഞ്ഞില്ലാന്ന്. ഭക്ഷണം തികയാണ്ടിരിക്കുന്നത് ഇങ്ങനെ പുറമേ നിന്നുള്ള ആളുകൾ വന്ന് ഭക്ഷണം കഴിക്കുക, അവരെ കണക്കൂട്ടിൽ നിന്ന് പിഴവ് പറ്റുമ്പോഴാണ് ഈ ഭക്ഷണം തികയാണ്ട് വരിക. അന്ന് ഒരാൾക്ക് ഇപ്പോൾ ഒരാൾ ഭക്ഷണം കഴിക്കാനായിട്ട് 3 അറ്റി ചോറ് ഒരാൾക്കുള്ള അന്ന് ഇടുമായിരുന്നു. നമ്മളവിടെ ഒരു സദ്യ ഉണ്ടായിരുന്നു. ഇപ്പോൾ തലേദിവസം ആ വീടിൻ്റെ ആള്, പേര് നമ്മൾ പറയുന്നില്ല, ആൻലേട്ടനൊക്കെ സദ്യക്ക് പോയി വന്നിട്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആൾ വന്നിട്ട് അരിയുടെ വെള്ളം തിളച്ചിങ്ങനെ എടുക്കണ്ടാവും എപ്പോഴും. അത് ആൾ വന്നിട്ട് പന്തൽ വന്നിട്ട് എണ്ണി നോക്കും. പന്തലിൽ വന്നിട്ട് എണ്ണി നോക്കും മൊത്തം എത്ര പേര് വന്നിട്ട് തലേദിവസം സദ്യക്ക് വന്നിട്ടുണ്ടാവുന്ന എണ്ണി നോക്കിയിട്ട് ആ അത്രയും അരി മാത്രമാണ് ആ വെള്ളം ഇതിലേക്കിട ചെമ്പിരിക്കുന്നത്. അതേ ഉള്ളൂ. അങ്ങനെയായിരുന്നു രാത്രി സദ്യ കഴിയുമ്പോൾ രാത്രി 12 മണി ചെയ്യുന്നത് എല്ലാവർക്കും ചോറ് കിട്ടി വരുമ്പോൾ. അപ്പോൾ ജഗ് പരീക്ഷ കഴിഞ്ഞ് വരുന്നുണ്ട്. അടുത്ത വായിച്ചോളൂ. വിൻസി ജോഷി. അജുചേട്ടൻ ചിരിച്ചിട്ടാണ് സദ്യയുടെ കഥ പറഞ്ഞതെങ്കിലും അന്നത്തെ കാലത്തെ ഭക്ഷണക്കാരെ ആലോചിച്ച് എനിക്ക് സങ്കടം വന്നു. എൻ്റെ മകനാണ് ഇങ്ങനെയാണെങ്കിൽ അമ്മ എന്നതിൽ എനിക്കത് ഓർക്കാൻ കൂടി വയ്യ. ഇന്നത്തെ കാലത്തെ കുട്ടികൾക്ക് ഇതിലൊന്നും അല്ല താല്പര്യം. സതീദേവി. ഹായ് അജു, സരിത, ജഗു. നിങ്ങളുടെ വീഡിയോ ദിവസവും കാണും, അതില്ലാതെ പറ്റില്ല, അത്രയ്ക്ക് അഡിക്റ്റ് ആയി പോയി. പക്ഷേ ഇനി കമൻസ് ഇടില്ല. 5 ആഴ്ചയായി എന്നെ നിങ്ങൾ മറന്നു. ഒരുപാട് ഇഷ്ടം. മറന്നിട്ടൊന്നുമില്ല, എല്ലാവരുടെയും വായിക്കണ്ടേ. ചിലവരിങ്ങനെ പരാതി പറഞ്ഞിട്ട് നമ്മൾ അവരെ കമൻറ്റ് വായിക്കില്ല. അപ്പം എന്നോട് രാജലക്ഷ്മി ചേച്ചി പറയണേ എൻ്റെ പേരും വായിക്കണം. രാജലക്ഷ്മി ചേച്ചി ആകെപ്പാടെ ഒരു 3 ലവ് ചിഹ്നമാണ് ഇടാം. അപ്പോൾ എൻ്റെ പേരും വായിക്കണം. രാജലക്ഷ്മി സുഭാഷ് 3 ഹാർട്ട് അങ്ങനെ വായിക്കാൻ. അടുത്തത് ഹാപ്പി ലൈഫ്. സരിതേച്ചി പറയും ശരിയാ, ആണുങ്ങൾ പറയേണ്ട കാര്യങ്ങൾ പറഞ്ഞില്ലെങ്കിൽ പെണ്ണുങ്ങൾ ചോദിക്കും. അതിൻ്റെ പേരിൽ ആ പെണ്ണിന് പല പേരുകളും വരും. ഞാൻ എനിക്ക് പറ്റാത്ത കാര്യം കണ്ണിൽ കണ്ടാൽ ചോദിക്കും. എനിക്ക് പറ്റാത്ത കാര്യം എൻ്റെ മേൽ വന്നാലും ഞാൻ നല്ല മറുപടി കൊടുക്കും. അടിപൊളി, കീപ് ഗോയിങ്. പറയും ചില കാര്യങ്ങളൊക്കെ മുന്നൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ വർഷങ്ങളോളം ഞാൻ പറയില്ല. ഞാൻ ചേട്ടനോട് ഇങ്ങനെ ചോദിക്കുമോ പറയുള്ളൂ. ഇപ്പോൾ വലിയൊരു കടം കൊടുത്തിട്ടുണ്ട്, അത് തിരിച്ച് കിട്ടിയില്ല. അപ്പോൾ അവർ പറഞ്ഞ് ഡേറ്റ് ആയിട്ടും തന്നിട്ടില്ലെങ്കിൽ ചോദിക്കുന്നു പറയും. അപ്പോൾ ചേട്ടൻ ചോദിക്കില്ല. ചേട്ടൻ്റെ ഈ ക്യാരക്ടർ അറിയാം അവർക്ക്, അവർ തിരിച്ച് തരൂല്ല അത്. അപ്പം നമ്മളുടെ കയ്യിലാണെങ്കിൽ ഇല്ല, ഉണ്ടെങ്കിൽ നമ്മളത് ശ്രദ്ധിക്കില്ല. അവരിൽ ഇല്ലാത്തതുകൊണ്ടല്ല അവർ തരാത്തത്, സാരല്ല, പോട്ടെ, ആ പൈസ പോട്ടെ, അങ്ങനെ വിചാരിച്ച് നമ്മൾ വിട്ടു കളയും. അങ്ങനെ കളഞ്ഞിട്ടുണ്ട്. പക്ഷേ നമ്മളിൽ തീരില്ലാണ്ടിരിക്കണ സമയത്താവുമ്പോഴേ ആ കൊടുത്തിരിക്കുന്ന ആ പൈസ നമ്മൾക്ക് ആ ഒരു ആവശ്യത്തിന് മാറ്റി വെച്ചതാവും. ആ ഒരു ഡേറ്റിന് കിട്ടില്ലോ എന്നുള്ളൊരു ഇതിലാവും നമ്മൾ ഇവരുടെ ആവശ്യവും ബുദ്ധിമുട്ട് കേൾക്കുമ്പോൾ നമ്മളെടുത്ത് കൊടുക്കണത്. അപ്പോൾ ചേട്ടൻ കൊടുത്ത പൈസയല്ലേ, ഞാനാണ് കൊടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനത് ആ ഡേറ്റ് ആകുമ്പോഴത്തേക്കും തിരിച്ച് വാങ്ങിച്ചിരിക്കും. പക്ഷേ ചേട്ടനെ അത് ചോദിച്ചു വാങ്ങിക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ അപ്പോൾ അതൊന്ന്. അതല്ലാണ്ട് വേറെ പല കാര്യങ്ങളും നമ്മളിങ്ങനെ സംസാരിക്കുമ്പോൾ ഇങ്ങനെ പറയേണ്ട കാര്യങ്ങൾ അല്ലേ, നോ പറയേണ്ടയിടത്ത് നോ പറയണ്ടേ. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ ചേട്ടന് പറയാൻ പറ്റില്ല. അപ്പം നമ്മൾ വഞ്ചിക്കപ്പെടുകയാണെന്ന് അറിഞ്ഞുകൊണ്ട് നമ്മളിങ്ങനെ ആ വഞ്ചിതനാകും. അറിഞ്ഞുകൊണ്ട് തന്നെ അതിനെ ചോദ്യം ചെയ്യുകയോ എതിർക്കുകയോ ഒന്നും ചെയ്യാണ്ട് അതിന് നിന്ന് കൊടുത്തിട്ടെ. അപ്പം ഞാൻ അതിലേക്ക് ഇടപെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ പെൺഭരണം അല്ലെങ്കിൽ തന്നെ ഞാൻ നന്നായി സംസാരിക്കണ കാരണം അങ്ങനെയാണ്. അവൾക്ക് കഴുത്തിന് ചുറ്റും നാവാ സരിതയ്ക്ക്. അജുഭാവം അവൾ പറയണത് അവിടെ നടക്കുള്ളൂ. അങ്ങനെയൊക്കെ പിന്നെ ഞാനത് എനിക്ക് മനസ്സിലായി, അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല.
നമ്മൾ പറയേണ്ട കാര്യങ്ങൾ പറയാം. അപ്പോൾ ചേട്ടന് ഓരോന്നൊക്കെ പറഞ്ഞു തുടങ്ങിയില്ലേ? ഞാൻ പറയുന്നു പറയേണ്ട കാര്യങ്ങൾ പറയേണ്ട സമയത്ത് പറയേണ്ട പോലെ പറഞ്ഞാൽ ചാണകം കിട്ടും. അടുത്തത് അനു സദ്യ കഴിക്കാൻ പോയ കഥ ഒരു സംഭവം തന്നെ. അന്ന് അവിടെ അടിയന്തരമൊന്നും ആ സ്ഥലത്ത് ഉണ്ടാകാതിരുന്നത് നന്നായി, അല്ലെങ്കിൽ അവിടെയും അജുവായിട്ട് ഓടിക്കേറിയാനെ. കഴിഞ്ഞ ഓണത്തിനാണ് ഞാൻ ആദ്യമായിട്ട് പഴം പ്രഥമൻ കഴിച്ചത്, കൂടെ പപ്പടവും. ഒരു രക്ഷയില്ല, എന്താ ടേസ്റ്റ്. സരി ചേച്ചി ഒരു ആഹാരം കഴിച്ചു നോക്കാതെ അതിൻ്റെ അഭിപ്രായം പറയരുത് പരീക്ഷണാടിസ്ഥാനത്തിൽ. അല്ല, ചില സാധനങ്ങൾ കാണുമ്പോൾ നമുക്ക് അറിഞ്ഞൂടെ ടേസ്റ്റ് ഉണ്ടാവില്ല എന്ന് അല്ലേ? ഇപ്പോൾ ഒരു ഫുഡ് ഉണ്ടാക്കുന്നത് നമ്മൾ നിന്ന് കാണുകയാണ്, അവർ നമ്മൾ നോക്കിയപ്പോൾ അതിൽ അവർ ഉപ്പിടുന്നത് കണ്ടില്ല, നിങ്ങൾക്ക് മനസ്സിലായല്ലോ അതിന് ടേസ്റ്റ് എന്തോരം ഉണ്ടാവുന്നു. അല്ലെങ്കിൽ മുളക് പൊടി ഇങ്ങനെ തട്ടുകയാണ് അതിൽ, അപ്പോൾ നമുക്ക് മനസ്സിലാവില്ലേ? അപ്പോൾ ചില സാധനങ്ങൾ ടേസ്റ്റ് ചെയ്യാണ്ട് തന്നെ അറിയാൻ പറ്റും. ചില സാധനങ്ങൾ നമ്മുടെ കണക്കൂട്ടലുകൾ തെറ്റിക്കൂട്ടാ. ഇരിക്കുന്നത് കാണുമ്പോൾ നമ്മൾ ഉണ്ടാക്കുന്ന പ്രിപ്പറേഷൻ ഒന്നും കണ്ടില്ല, ആ സാധനം ഇരിക്കുന്നത് കാണുമ്പോൾ നമുക്ക് ഇത് എന്തുകൊണ്ട് സാധനമാണെന്ന് തോന്നും, പക്ഷെ കഴിച്ചു നോക്കുമ്പോൾ ടേസ്റ്റ് ഉണ്ടാവും അല്ലേ? നികിത സാബു, അജുവേട്ടാ സരിത ജഗുമോൻ. അജുവേട്ടൻ്റെ അനുഭവം കേട്ട് കരഞ്ഞുപോയി. ആ കാലത്ത് പെണ്ണ് കൊണ്ടുവരാൻ ചെക്കൻ്റെ വീട്ടിൽ നിന്ന് പറഞ്ഞതിലും കൂടുതൽ ആൾക്കാർ വന്നാൽ അത് വലിയ പ്രശ്നമാണ്. സദ്യക്ക് ആളെ എണ്ണിയാണ് കയറ്റുക. ആദ്യം ചെക്കൻ്റെ ആൾക്കാർ സദ്യ കഴിക്കും, പിന്നെ കല്യാണം വിളിച്ചവരും പെണ്ണ് വീട്ടുകാരും കഴിക്കും. ഇപ്പോൾ അങ്ങനെ നോട്ടില്ല, വഴിയിൽ കൂടി പോകുന്നവർ വരെ സദ്യ കൊണ്ട് പോകും. NB, ഞാൻ ഈ വീഡിയോ കാണൽ നിർത്തി, കൊതിയായിട്ട് വയ്യ. ആ പായസം കുടിക്കുന്ന എല്ലാവർക്കും വയറിന് കുഴപ്പമൊന്നും ഇല്ലാതെ ഇരിക്കട്ടെ. പണ്ടത്തെ രീതിയിലൊക്കെ അങ്ങനെ തന്നെയാണ്. അവർ ചെക്കൻ്റെ വീട്ടുകാർ ഭക്ഷണം കഴിച്ചിട്ട് നമുക്ക് എത്ര വേസ്റ്റിരിക്കുന്ന പിള്ളേர்களാണെങ്കിലും അതിലേക്ക് ഇരിക്കാൻ പാടുള്ളൂ. അതും എണ്ണീട്ട് തന്നെയാണ് അകത്തി കിടത്തോളം. 50 പേര് പെണ്ണുകൊണ്ടുവരാൻ വരും എന്ന് പറഞ്ഞാൽ 50 പേര് തന്നെയാ കിടത്തോളൂ അല്ലേ? കവാടത്തിൻ്റെ അവിടെ നിൽക്കുവാള് പന്തലിൻ്റെ അവിടെ. അടുത്ത് സിനി ബൈജു. ഹായ് അജുവേട്ടൻ, സരിത ജഗുമോൻ. കുറേ നാളെ കമന്റ് ഇട്ടിട്ട് ഇന്ന് ഇടണമെന്ന് തോന്നി. അജുവേട്ടൻ കഥ പറയുമ്പോൾ നടന്ന് അഭിനയിച്ച് പറയുന്നത് പോലെ തന്നെയാണ് എൻ്റെ മോനും. ഇരുന്നിട്ട് പറയടാ എന്ന് പറഞ്ഞാൽ അവന് പറ്റില്ല. അജുവേട്ടൻ പറയണ പോലെ തന്നെ അവനും പറയും. അഭിനയിച്ച് ഫലിപ്പിച്ചാലേ എല്ലാവർക്കും മനസ്സിലാവൂ എന്ന്. പിന്നെ ചേട്ടൻ പറഞ്ഞ പോലെ പണ്ടൊക്കെ കല്യാണം കൂടലൊരു ഒരു സംഭവം തന്നെ. ടീ പാർട്ടി എന്നൊരു സംഭവം ഉണ്ടല്ലോ, ചെറിയ ബോക്സിൽ ലഡു, ജിലേബി, സമൂസ, അങ്ങനെ കുഞ്ഞു ഐറ്റംസ്. അത് കിട്ടുന്ന സന്തോഷം പറഞ്ഞറിയിക്കാൻ വയ്യ. പിന്നെ അന്നത്തെ കാലത്ത് കല്യാണക്കൂടി പോകുന്ന കാറുകൾ എണ്ണാൻ റോഡിൽ നിൽക്കുന്നതും സിനിമാ നോട്ടീസ് കിട്ടാൻ അനൗൺസ്മെന്റ് കേൾക്കുമ്പോൾ റോഡിലേക്ക് ഓടുന്നത് എല്ലാം ഓർക്കുമ്പോൾ വല്ലാത്തൊരു ഫീലിംഗ് ആണ്. അജുവേട്ടൻ്റെ വീഡിയോയിലൂടെ മിക്കവാറും ആ പഴയ കാലത്തേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ട് പോകാറുണ്ട്. ഗോഡ് ബ്ലസ് യു. ശരിയാ, അത് ഒരു കാലഘട്ടം തന്നെയായിരുന്നു. അടുത്തത് തോമസ് മംഗലം. ഈ തോമസ് മംഗലം എന്ന് പറയുമ്പോൾ എനിക്ക് നമ്മുടെ മംഗലത്തിന് ഓർമ്മ വരും. ഹാർമോണിയം വരും, മംഗലം പാടുക. മംഗലം ഈ മംഗലം രക്ഷപ്പെട്ടു, അതിലാണ് എനിക്ക് പറയില്ലേ. അതന്നെ. അതെ, പായസം ഗംഭീരമായി എന്ന് പറയാൻ പറ്റൂല. ഒന്നാമതയിലെ കട്ടകൾ. ഞാൻ വിശ്വസിക്കുന്ന പ്രകാരം ഭക്ഷണ സാധനങ്ങൾ ആദ്യം ടേസ്റ്റ് ചെയ്യുന്നത് നമ്മുടെ കണ്ണുകളാണ്. ആ പഴക്കട്ടകൾക്ക് പകരം തേങ്ങാക്കൊത്ത് വറുത്തതായിരുന്നെങ്കിൽ. രണ്ടാമത് ടേസ്റ്റ് അറിയുന്നത് വായി. അത് നിങ്ങൾ പറഞ്ഞല്ലോ നല്ല ടേസ്റ്റ് ഉണ്ടെന്ന്. തിളച്ച ചായ ഊതി കുടിക്കുന്നത് ദത്തന് ഇഷ്ടം, അല്ലാതെ പായസം ഊതി കുടിക്കുന്നതല്ല. പായസം എനിക്ക് അന്ന് അത്രയ്ക്ക് ഇഷ്ടമായിട്ടുണ്ടായിരുന്നില്ല. രസമുണ്ട്, പക്ഷേ ഈ ചെറിയ കട്ടകളുടെ ഒരു ഇതുണ്ട് മാത്രം. അപ്പു കുന്താവ്, ലേ അജു. ഇതെവിടെ കുന്താവ് എന്ന് പറയുന്ന സ്ഥലം? കുന്നാവ് എന്നാണോ കുന്താവ് എന്നാണോ വായിക്കുക? ലേ അജു, ലേശം വിനാഗിരി ചേർക്കണം എന്നാലേ രസമുണ്ടാകൂ. അപ്പം ലേ സരു, അത് ചേർത്തിട്ടില്ലേ? അപ്പം ചേർത്തിട്ടില്ലേ ഒട്ടും? ലേ അജു, ചേർത്തിട്ടുണ്ട്. അല്ല, ചേർത്തൂന്ന് സരു. അപ്പം ഇനിയും ചേർക്കണം എന്നാണോ അജു? അത് ചേർക്കുമ്പോഴാണ് ടേസ്റ്റ് കൂടുക. സരു, അത് ചേർത്തല്ലോ. അജു, ചേർത്തു, ഇനിയും ചേർക്കണ്ട എന്നാണ് പറഞ്ഞേ. സരു, ചേർക്കണ്ട എന്നാണോ പറഞ്ഞേ? ചേർക്കണം എന്നല്ലേ പറഞ്ഞേ? അജു, ഞാൻ ചേർത്തല്ലോ, അത് ചേർക്കണം എന്നാ പറഞ്ഞേ, എന്നാലേ ടേസ്റ്റ് ഉണ്ടാകൂ. ചേർത്ത് കഴിഞ്ഞു. സരു ചിരി. നമ്മൾ അപ്പോൾ ഇത് കാണുന്നവർ ഇപ്പോൾ വിനാഗിരി എവിടെ ഇരിക്കുന്നത്? അപ്പോൾ അജു അച്ചാറിന് അത് അവിടെ തന്നെ വെച്ചേക്കൂ, അവിടെ തന്നെ. എൻ്റെ അജുവേട്ടാ ഇങ്ങനെ ഒന്നും ചിരിപ്പിക്കരുത്. രാവിലെ ചായ കുടിക്കുമ്പോൾ കണ്ടു ചായ മണ്ടയിൽ കയറി. കാക്കക്കുയിൽ എന്ന് പറഞ്ഞ സിനിമയിൽ കൊച്ചിൻ ഹനീഫയും ജഗദീഷും നമ്മൾ കൊച്ചിൻ ഹനീഫ ജയിലിലായിരിക്കുമ്പോൾ കൊച്ചിൻ ഹനീഫ താക്കോല് എൻ്റെ കയ്യിലില്ലല്ലോ, പിന്നെ എൻ്റെ കയ്യിലുണ്ടെന്ന് എങ്ങനെ പറഞ്ഞതല്ലേ? അതിലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സ്ക്രിപ്റ്റഡ് ആണ്, പക്ഷെ ഇത് എങ്ങനെയാണെന്ന് അറിയില്ല, നമുക്ക് എങ്ങനെ തന്നെ വന്നില്ലേ. പക്ഷെ ഇത് വിചാരിച്ച് പറയാൻ നോക്കിയാൽ പറ്റില്ല, നമുക്ക് വിചാരിച്ച് പറയാൻ നോക്കിയാൽ പറ്റില്ല. സുമി വിനീത്, നല്ലൊരു വീഡിയോ, കുറേ പറയണമെന്നുണ്ട്. സരിതേച്ചി പറയുന്നത് കറക്റ്റാണ്. ചേട്ടൻ ചേച്ചി പറയുന്നത് ആദ്യം കേൾക്കാറില്ല, എന്നാൽ ചേച്ചി ഇല്ലാതെ ഒന്നും ചെയ്യാനും പറ്റില്ല. പാവം ദുഷ്മൻ. പിന്നെ പായസം കഥ സാരമില്ല, നമ്മുടെ അനുഭവങ്ങളെല്ലാം നമുക്ക് നല്ലതിനാണ്. അതിൽ നിന്നും നമുക്ക് ഒരുപാട് പഠിക്കാനുണ്ട്. പിന്നെ അന്ന് 13 വയസ്സല്ലേ ഉള്ളൂ, അതാണ്
ഇന്നായിരുന്നേൽ എന്ത് തേങ്ങയാടോ പറയണേ വിളമ്പടോ എന്ന് പറഞ്ഞ് ചേട്ടൻ അർമാദിച്ചേനെ. അല്ല പിന്നെ ഇന്നാണെങ്കിൽ പോകാനായിട്ട് മടിയൊന്നുമില്ല. ശ്രീദേവി സുരേഷ് വീഡിയോ ആദ്യം കണ്ടപ്പോൾ സിനിമയുടെ പരസ്യമാണെന്ന് വിചാരിച്ചു. നമ്മുടെ ഹെലികാം ഷോട്ട് നന്നായിട്ടുണ്ട്. അജുചേട്ടൻ്റെ കഥ കേട്ടപ്പോൾ പാവം തോന്നി, മനസ്സിൽ ആ രംഗങ്ങളൊക്കെ കണ്ടു. വനജ അജയകുമാർ അജുവിൻ്റെ സദ്യ കഥ കേട്ടപ്പോൾ വിഷമം തോന്നി. അന്ന് വിളിക്കാതെ സദ്യക്ക് പോകാൻ നാണക്കേടാണ്. ഇന്ന് ഒരു കൂട്ടുകാരനെ വിളിച്ചാൽ മതി, കൂടെയുള്ള ടീം മൊത്തം കൂടെ പോവും. സദ്യ നോൺ ആയാൽ മാത്രം ഒരുപാട് ഹോളുകളിൽ ഇത്തരം ആളുകൾ ഫുഡ് അടിക്കാൻ വേണ്ടി മാത്രം കയറും. അത് ആരുടെ ആയാലും കുഴപ്പമില്ല. ഇന്നാണെങ്കിൽ അജുവിന് പ്രശ്നമില്ലായിരുന്നു. ഒരാളും ഭക്ഷണത്തിന് മുന്നിലിരുന്ന് അവനെ ഇറക്കി വിടില്ല. പഴം പ്രഥമനായില്ല, വെറും പഴം പായസമായി പോയി. നെയ്യിൽ വരട്ടിയ പഴം ശർക്കരയും ചേർത്ത് വരട്ടിയെടുത്താൽ നല്ല നിറം കിട്ടും. അല്ലാതെ കറുത്ത ശർക്കര മാത്രം ചേർത്താൽ പോരെന്നാണ് എൻ്റെ ഒരു അറിവ്. ഇരുണ്ട ശർക്കരയാവണമെന്നേ ഉള്ളൂ. കഴിക്കുന്നതിന് മുന്നേ സരിത ടേസ്റ്റ് പറഞ്ഞപ്പോൾ അജുവിന് നാണക്കേടായ പോലെ സ്വന്തം പായസത്തെ അപമാനിച്ച സരിതയോട് കലിപ്പ്. അടുപ്പത്ത് കടുകിട്ടാൽ കറിയുടെ അപാര ടേസ്റ്റ് 10 തവണ പറയുന്ന അജു സരിതയെ കുറ്റം പറയുന്ന കേട്ട് സത്യത്തിൽ ചിരി വന്നു. പഴപ്രഥമൻ ശരിയായ രീതിയിൽ വരട്ടിയാലേ തരിയില്ലാതെ കിട്ടൂ. സാരമില്ല, പാചക വിദഗ്ധന്മാർക്ക് വരെ എത്രയോ തെറ്റുപറ്റുന്നു. ഒന്നുകൂടി പഠിച്ചു ചെയ്യൂ, ലക്ഷ്യം കാണും. എല്ലാ ആശംസകളും നേരുന്നു. അപ്പോൾ വനജ അജയകുമാർ എന്ന് പറഞ്ഞ ചേച്ചിയുടെ ആ ചോദ്യത്തിന് നിർദ്ദേശം ഞങ്ങൾ ചെവി കൊണ്ടു. അതെ, ഒരു വട്ടം കൂടി പഠിച്ചു ചെയ്യാൻ പറഞ്ഞു. പഠിച്ചു, ഞങ്ങൾ ചെയ്തു, ലക്ഷ്യം കണ്ടു. അതിലത്തെ ഒന്നാമത്തെ പിഴവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പഴുക്കാത്ത പഴം ഉപയോഗിച്ചു എന്നുള്ളതാണ് അവിടുത്തെ ഫസ്റ്റത്തെ തുടക്കം. അതിന്റെ പരാജയം പറയുന്നുണ്ട്. പഴുത്ത് നന്നായിട്ട് അടിയിൽ മുണ്ട് കെട്ടി അങ്ങനെ പഴമാണ് ഉപയോഗിക്കുക എന്ന് പറയുന്നുണ്ട്. അപ്പൊ എന്നെ കട്ടയിലാണ്ട് കിട്ടും ഉടച്ച്. ശ്രുതി പ്രദീപ് അജുവേട്ടൻ ഓരോ പഴയകാല അനുഭവങ്ങൾ പറയുമ്പോൾ എനിക്ക് എൻ്റെ അച്ഛൻ പറഞ്ഞു തരുന്ന കാര്യങ്ങൾ ഓർമ്മ വരും. എൻ്റെ അച്ഛനും നല്ല പട്ടിണി അനുഭവിച്ച് വളർന്നതാണ്. അച്ഛന് 7 സഹോദരങ്ങളാണ്, 6 പെണ്ണുങ്ങളും 2 ആണുങ്ങളും. അച്ഛൻ ചെറിയ കുട്ടിയായിരുന്നപ്പോൾ പട്ടിണി കൊണ്ട് കണ്ണ് കാണാതെ നിൽക്കണ സമയത്ത് കാക്ക എന്തോ കൊത്തിക്കൊണ്ട് പോകുമ്പോൾ അത് താഴെ വീണുത്രേ. അച്ഛൻ ഓടിച്ചെന്ന് കാക്കി ആട്ടി അതെടുത്തു. ഒരു കപ്പയുടെ കഷ്ണമായിരുന്നു അത്. അതിലെ പൊടി തട്ടി തിന്നു എത്രേ അച്ഛൻ. അതൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര സങ്കട. അങ്ങനെ കുറേ കഥകൾ പറയാറുണ്ട് അച്ഛൻ. ശരിയാ. ഒരു അച്ഛനും അമ്മയും അങ്ങനത്തെ കഥ പറയും. 10-52 കൊല്ലങ്ങൾക്ക് മുമ്പ് 50 കൊല്ലങ്ങൾക്ക് മുമ്പുള്ള ആളുകൾക്കൊക്കെ പട്ടിണിയുണ്ട്. അവരൊക്കെ അനുഭവിച്ചിട്ടുണ്ട്, പട്ടിണി കാലങ്ങൾ അനുഭവിച്ചിട്ടുള്ളതുണ്ട്. പിന്നെ നല്ല സാമ്പത്തികമായിട്ട് നല്ല ജോലിയും കാര്യങ്ങളുള്ളവർക്ക് മാത്രമാണ് ഒരു പട്ടിണിയിൽ അതില്ലാത്തുള്ളൂ. കാലത്തൊക്കെ അമ്മ അങ്ങനെയായിട്ട് പറമ്പിലേക്ക് ഇറങ്ങി നടക്കും. അവിടെ ഇവിടെയൊക്കെ ഓരോ പേരകളൊക്കെ ഉണ്ടാവും. ആ പേരയിൽ അവിടെ നിന്നൊക്കെ ഇങ്ങനെ ഇതുകളൊക്കെ കിട്ടിയിട്ടുണ്ടാവും, നിലത്ത് വീണത്. അത് സൈഡ് ചതഞ്ഞുണ്ടാവും, സൈഡ് പാറട കൊത്തിയിട്ടുണ്ടാവും, ഇതൊക്കെ ഉണ്ടാവും. അതൊക്കെ പിറക്കി കൊണ്ടുവന്നിട്ട് അമ്മ എല്ലാം കൂടി ചെത്തി കഴുകി നമുക്കൊക്കെ തിന്നാൻ തരും. അല്ലാതെ ഒരു സാധനം പോലും പറമ്പിൽ വെറുതെ കിടക്കണത് ഉണ്ടാവില്ല. ഒക്കെ തിന്നും, എല്ലാം തിന്നും. അന്ന് ഈ കിപ്പിയില്ല ഒന്നിനും പേടിയില്ല. എന്തെങ്കിലുമൊക്കെ തിന്നങ്ങനെ കണ്ട മുള്ളമ്പഴം, അത് കാരപ്പഴം, ഇതൊക്കെ പറമ്പിൽ കൊട്ടങ്കായും ഒക്കെ എടുത്ത് മൃഗാദികൾ ഇത്ര പെറ്റ് പെരുകില്ല തോന്നുന്നല്ലേ. കാരണം അവർക്കും തിന്നാധികം ഇല്ലല്ലോ. അവർക്കും തിന്നാൻ നമ്മൾ തിന്ന് കഴിഞ്ഞിട്ട് വല്ലതും പോയല്ലോ അവർക്ക് കിട്ടുള്ളൂ അല്ലേ. എൻ്റെ അമ്മയും ചേട്ടനും തമ്മിലൊരു എത്ര വയസ്സിൻ്റെ വ്യത്യാസമുണ്ട്? 6-7 വയസ്സിൻ്റെ വ്യത്യാസമല്ലേ ഉള്ളൂ. അത് കാരണം അമ്മയ്ക്കും ഇത് അനുഭവങ്ങൾ, അച്ഛന് അതിനേക്കാളും കുറച്ചും കൂടി കടുത്ത അനുഭവങ്ങളാണ് അച്ഛന്. അതിന് മുന്നിലുള്ളവർക്ക് കൂടുതൽ അനുഭവങ്ങളായി. ഇങ്ങനെ കൊല്ലം ചെല്ലുന്തോറേ ഞങ്ങൾ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഇങ്ങനെ കഥ പറയാൻ തുടങ്ങും. അമ്മ ഇങ്ങനെ കുറേ പറയാം. അമ്മയ്ക്ക് ചേട്ടന് എന്തുകൊണ്ടാണ് കുറേ ദാരിദ്ര്യത്തിലൊരു ശമനം അച്ഛനും അമ്മയുണ്ട്. അപ്പോൾ അമ്മമാർ കുറേ മക്കളുടെ വിശപ്പടക്കാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്ത് ഇതുപോലെ ഇപ്പോൾ പറഞ്ഞില്ലേ, ഇപ്പോൾ പറമ്പിൽ നിന്ന് ഓരോന്ന് പറക്കിയിട്ടൊക്കെ അവർക്ക് കൊണ്ടുവന്ന് കൊടുക്കും. എൻ്റെ അമ്മയ്ക്കാണെങ്കിൽ അമ്മയില്ലേ, അമ്മയ്ക്ക് 1 വയസ്സ് കണ്ടുള്ളപ്പോൾ 1.5 വയസ്സ് കണ്ടുള്ളപ്പോൾ അമ്മയുടെ അമ്മ മരിച്ചു പോയതാണ്. അപ്പോൾ പിന്നെ അമ്മയുടെ കാര്യം പറയണം. അമ്മ അവിടെ ഇവിടെയൊക്കെ നിന്നിട്ടാണ് വളർന്നതും പഠിച്ചതൊക്കെ. ഓരോരോ വീടുകളിലൊക്കെ, ഒരമ്മായിമാരുടെ വീട്ടിൽ, പാപ്പൻ്റെ വീട്ടിൽ, അവിടെ ഇവിടെ. അപ്പോൾ അവർക്ക് അവരുടെ മക്കൾക്ക് തന്നെ കൊടുക്കാനില്ല. അവർക്ക് മതിയായി കഴിഞ്ഞാലാണ് അമ്മയ്ക്ക് കിട്ടുള്ളൂ. അപ്പോൾ അമ്മയ്ക്കൊക്കെ അത് ഭയങ്കര ദുരിതമായിരുന്നു. അമ്മേരെ ഇത് കഥകൾ കേട്ടിട്ട് ഇരുന്നിങ്ങനെ കരയും നമ്മൾ കേട്ടിട്ട്. അങ്ങനെയായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് കല്യാണം കഴിഞ്ഞ് ഇങ്ങോട്ട് വന്നപ്പോൾ ചേട്ടനും അതുപോലത്തെ കുറേ കഥകൾ. ചേട്ടന് പിന്നെ അങ്ങനെ സങ്കടകര കഥകളില്ല, കുറേ ചിരിക്കാനുള്ള കാര്യങ്ങളാണ് ചേട്ടൻ പറയാം. അടുത്തത് രമാദേവി. മഴ പെയ്യുമ്പോൾ നിങ്ങളുടെ വീട്ടിൽ ഇരുന്നൊരു ചായ കുടിക്കണം എന്ന് ചിലപ്പോൾ എനിക്ക് തോന്നാറുണ്ട്. മഴ പെയ്യും, മഴക്കാലം ഇങ്ങോട്ട് വായോ, അപ്പം നമുക്ക് ഇടുന്ന് ചായ കുടിക്കുക, എന്തിട്ടൊക്കെയാ വെച്ചാൽ കഴിക്കാം. അതന്നെ, മറ്റേ കുടിയിൽ പാചകം ചെയ്യാം മഴയത്ത്. മിനി തോമസ്.
അജുവിൻ്റെ ഈ കുട്ടിക്കളിയാണ് കാണാൻ രസം. ഹ സരിത കുട്ടി പ്രാന്തല്ലാട്ടോ, എന്ത് രസാ, കൊതിയാവുന്നു ഇങ്ങനെ മഴയിൽ കളിക്കാൻ. കൊച്ചിലേ ഞങ്ങൾ ഇതുപോലെ ഓടിക്കളിക്കുമായിരുന്നു മഴയത്ത്, അത് ഓർത്തുപോയി. ശരിയാ. അല്ല, ഞാൻ പറഞ്ഞത് ഫസ്റ്റ് കുറേ നാളായിട്ട് മഴയില്ലാണ്ട് വേനൽക്കാലമായിട്ട് നിൽക്കുമ്പോൾ ഫസ്റ്റ് മഴയാണ് പെയ്യണേ. ഈ മഴയിലില്ല വെള്ളത്തിലില്ലാത്ത ഇതുകൾ ഉണ്ടാവില്ല. ആദ്യമായിട്ട് വരുന്ന വെള്ളം, പിന്നെ പ്രത്യേകിച്ച് ഷീറ്റുമെന്ന് വരുന്ന വെള്ളം, ഷീറ്റുമെന്ന് വരുന്ന വെള്ളമാകുമ്പോൾ ആ ഷീറ്റ് അഴുക്കൊക്കെ അടക്കെ ചെളി വെള്ളമാണ് വരുന്നത്. കുറച്ചു നേരം മഴ പെയ്തിട്ടാണല്ലോ ഞാൻ ഇറങ്ങിയത്. 2 ദിവസം അടുപ്പിച്ച് മഴ പെയ്ത് കേട്ട് ഒരു 3-ാമത്തെ ദിവസത്തെ മഴയൊക്കെ ആണെങ്കിൽ കൊണ്ടോട്ടെ. അപ്പോൾ ഒരുമാതിരി അന്തരീക്ഷ മാലിന്യങ്ങളൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ട്. അല്ലെങ്കിൽ ആസിഡ് പോലത്തെ വെള്ളമായിരിക്കും. ഗീത കേവി, എനിക്ക് സരിതയുടെ കുക്കിംഗ് ഇൻസ്ട്രക്ഷൻസ് കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, പ്രത്യേകിച്ച് പൊടിയായിട്ട് എന്ന് പറയുന്നത് കേൾക്കാൻ. അതെന്താ, അത് കേൾക്കാൻ അത്ര ഇഷ്ടമാണ്. അടുത്തത് സാക്ക് ചവറ, വലിയ ചതിയായിപ്പോയി. കൊക്ക് നടക്കുന്നത് കാണിച്ചത് കണ്ടപ്പോൾ ഒരു കവിൾ ചായ വായിൽ നിന്നും സ്പ്രേ ആയിട്ട് ചുറ്റും ചീറ്റി. എന്തൊരു ഒബ്സർവേഷനാണ് ജീന്. ആ വീഡിയോയിൽ മുഴുവൻ കൊക്ക് നടത്തം സൂപ്പർ എന്ന് പറഞ്ഞിട്ടുള്ള കമൻസാണ് കേട്ടോ. മീന സതീഷ്, നിങ്ങളുടെ ഈ ഹ്യൂമർ സെൻസ് കൊണ്ടാണ് നിങ്ങൾ ഇടുന്ന വീഡിയോയ്ക്ക് വേണ്ടി ഞങ്ങൾ കാത്തിരിക്കുന്നത്. കൊക്ക് നടക്കുന്നത് കാണിച്ചുകൊണ്ട് ചിരിച്ച് മതി. അങ്ങനെ തന്നെയാട്ടോ കുറേ പേര്. മണികണ്ഠൻ നായർ, അജുവേട്ട ആ കൊക്കിൻ്റെ നടത്തം സൂപ്പർ, ഞാൻ എത്ര തവണ കണ്ട് ചിരിച്ചെന്നോ. ഈ അജുവേട്ടൻ്റെ ഒരു കാര്യം ചിരിച്ചിട്ട് വയ്യ. LP, അജു മഴയത്ത് കളിക്കുന്നു. സരിത, ഭ്രാന്തായ ദൈവമേ അജു, എത്ര പേർ പറഞ്ഞു നിന്നോട് ഇപ്പോൾ കൊണ്ടുപോയി നടത്തിച്ച് കൊണ്ടുപോകാം, ഇപ്പോഴാണെങ്കിൽ മരുന്നുകൊണ്ട് മാറ്റാന്നൊക്കെ. ആരൊക്കെ പറഞ്ഞതെന്നു നീ അനുസരിച്ചോ? ഇല്ലല്ലോ. അനുഭവിച്ചോ. ഷിജി പുന്നോക്കിൽ, അജുവേട്ട കൊച്ചു കുട്ടിയെ പോലെ മഴയത്ത് തുള്ളി കളിക്കുന്നത് കാണാൻ എന്ത് രസം, മീൻകറിയും കപ്പയും പൊളിച്ചു. സന്ധ്യ ബിജു, കപ്പ വേവിച്ച് ഊറ്റി വെച്ചിട്ട് തേങ്ങ, ജീരകം, വെളുത്തുള്ളി, കറിവേപ്പില, പച്ചമുളക്, ഉപ്പ് ഇതൊക്കെ ചതച്ച് കപ്പയിലിട്ട് ഇടിച്ചെടുത്ത് നോക്കുക, പുട്ട് പോലെ ഇരിക്കും. എന്താ ടേസ്റ്റ്. അത് നമ്മൾ കപ്പ പുഴുക്ക് ഉണ്ടാക്കണതല്ലേ, മറ്റേ നാളികേരം ഇത് ഈ സാധനങ്ങളെല്ലാം ഇടിച്ച് ചതച്ചിട്ട് ഇടുന്ന സാധനം. അതുണ്ടാക്കും. ഇതിങ്ങനെ മീൻകറിയും കൂട്ടി കഴിക്കാൻ വേണ്ടി വെറുതെ കൊള്ളിങ്ങനെ ആക്കിയിട്ടേ കടുകും കറിവേപ്പിലയും വറ്റൽമുളകും മാത്രം കാച്ചി ഒഴിക്കുക, എന്നിട്ട് മിക്സ് ചെയ്തിട്ട് വെറുതെ കഴിക്കുക. അത്രേ ഉള്ളൂ കേട്ടോ. ഇതിങ്ങനെയാണ്. മീൻകറി കുറച്ചുകൂടി വറ്റിച്ചാൽ കൊള്ളായിരുന്നു. ശരിയാണ്, മീൻകറിയിൽ ഇത്തിരി വെള്ളം കൂടുതലായിരുന്നു. എന്ത് സാധനം ഉണ്ടാക്കാൻ കൊടുത്താലും ശകലം എടുപ്പിക്കൂ, എന്നിട്ട് വെന്ത് കഴിയുമ്പോൾ പതിവ് ഡയലോഗ് കുറച്ചുകൂടി ഉണ്ടാക്കാമായിരുന്നു എന്ന്. കപ്പയും മീൻ എല്ലാവർക്കും ഇഷ്ടമുള്ളതല്ല, അത് ഇച്ചിരി കൂടിപ്പോയാൽ നമുക്കത് അല്ല ചേട്ടന് കൊടുക്കാമല്ലോ. സരിത, മഴ പെയ്തപ്പോൾ ജഗ്ഗുവിനെ നോക്കാൻ പാടുണ്ടായില്ല, പക്ഷേ ചേട്ടൻ അടക്കിയിരുത്താനാണ് പാട്. ഇത് കണ്ടപ്പോൾ ഓർമ്മ വന്നു, പിള്ളേരോട് മഴയത്തൊന്ന് ഇങ്ങോട്ട് കയറട എന്ന് അമ്മമാർ പറയില്ലേ വടിയുമായി നിന്നുകൊണ്ട്. അത് ഓർമ്മ വന്നു. വളർന്നു പോയി, പക്ഷെ മനസ്സിപ്പോഴും കുട്ടികളുടെയാ. അടുത്തത് രജനി പത്മനാഭൻ, എൻ്റെ കൊക്കയെ നിന്നെ സമ്മതിച്ചിരിക്കുന്നു, ഇന്നലെ കാണാൻ പറ്റിയില്ല, ഇന്നാണ് കണ്ടത്, ട്രെയിനിലായതുകൊണ്ട് ചിരി കടിച്ചമർത്തേണ്ടി വന്നു. അടുത്തത് ജയാശോക്, കാലം കടന്നുപോയി എത്ര വേഗം, അജുവിന് മാത്രം ഇപ്പോഴും ബാലമനസ്സാ. നല്ലതാട്ടോ, എത്ര പെട്ടെന്ന് അജു മഴ വന്നപ്പോൾ ബാല്യത്തിലേക്ക് തിരിച്ചു പോയത്, കൊതിയാവുന്നു മഴയത്ത് നടക്കാൻ. അടുത്ത ഷിൻഡോ സിരി, ആഹാ കപ്പായും മീൻകറിയും, വായിൽ കപ്പലോടിക്കാറായി. സരിതേച്ചി പുളിയൂർമ്പിൻ്റെ ബഹളമായി എന്ന് പറഞ്ഞപ്പോൾ അജുവേട്ടൻ, ഒന്നും നോക്കണ്ട ചവിട്ടി കൂട്ടിക്കോ, കേസ് ഞാൻ നോക്കിക്കോളായിരുന്നു. കേസ് കൊടുക്കണം പിള്ളേച്ചി, ഇത്ര അഹങ്കാരമോ പുളിയൂർമ്പിന്. അതേപോലെ കോഴിക്കെതിരെയും മുട്ട കിട്ടാത്തതിന്. അത് ശരി തന്നെയാ ചേട്ടൻ, ഇവിടെ അറച്ചു പുളിയൂർമ്പാളം എന്തൊരു ചെയ്യാ ചേട്ടാ എന്ന് പറയാം, ചവിട്ടി കൂട്ടിക്കോളാൻ ചേട്ടൻ പറയാം. അടുത്ത വിനോദിനി KP, എന്നാൽ അജുവിൻ്റെ കൊറ്റി നടത്താൻ സൂപ്പർ, ചിരിച്ചൊരു വഴിയായി. മഴ കാത്തു കഴിയുന്ന വേണാമ്പൽ പോലെ അജുവിൻ്റെ മഴക്കുളി സൂപ്പർ, ഒരു പണിയില്ലെങ്കിലും ജഗ്ഗുവിൻ്റെ ഗുണ്ടാപ്പണി കണ്ട് കുറേ ചിരിച്ചു. കപ്പ പുഴക്ക് മീൻകറി നന്നായിട്ടുണ്ട്. സന്തോഷം. അടുത്തത് സുജിത്ത് സരോവരം, അമ്മിയിൽ നിന്ന് അരയ്ക്കുമ്പോൾ മാത്രം ഒരു ഏപ്രൺ കെട്ടുന്നത് നല്ലതാണ്, ഡ്രസ്സിൽ തെറിക്കില്ല. കറക്റ്റ്. ഇനി ഞാനത് ചെയ്യും. അല്ലെങ്കിൽ ഈ ഒരു ഭാഗത്തില്ലേ, പ്രത്യേകിച്ച് ഉള്ളിയൊക്കെ ചതയ്ക്കുമ്പോൾ ഇഞ്ചി ചതയ്ക്കുമ്പോൾ തെറിക്കും. അരയ്ക്കാണെങ്കിൽ ഒരു തരി പോലും ആവാണ്ട് ഞാൻ അരച്ചെടുക്കും, പക്ഷെ ചതയ്ക്കുമ്പോൾ ഇങ്ങനെയായാലും മേലിക്ക് ഇങ്ങനെ പോകും. അമ്മയും ഭാവിയും വരണതാണ് വരാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അജു ചേട്ടൻ പറഞ്ഞാൽ അനുസരണ ഇല്ലാതായിട്ടുണ്ട്, എന്തോരമാണ് അതിൽ പോകുന്നത് എന്ന് പറഞ്ഞപ്പോൾ അത് വേരാണെന്ന്. പിന്നെ ഇതും കൊണ്ട് അങ്ങോട്ട് പോവണ്ട എന്ന് പറഞ്ഞപ്പോൾ അതും സമ്മതിച്ചില്ല. കത്തി എടുക്കാമായിരുന്നു പറഞ്ഞപ്പോൾ കത്തിയൊന്നും വേണ്ട, ഒന്നും സമ്മതിച്ചു തരുന്നില്ല. അടുത്തത് ഗൾഫ് കോൺ, അജു ചേട്ടാ നിങ്ങൾ ഈ പ്രായത്തിൽ മഴയത്ത് തുള്ളിച്ചാടുന്ന കാണുമ്പോൾ എന്താ രസം. കൊച്ചുകുട്ടികൾ പോലും അജു ചേട്ടൻ്റെ മുന്നിൽ തോറ്റുപോകും. വല്ലാതെ മിസ് ചെയ്യുന്നു നാട്ടിലെ മഴ. നമ്മളൊക്കെ മുതിർന്നവരായെന്നും പറഞ്ഞ് മസിലും പിടിച്ച് മാറി നിൽക്കരുത്. അജു ചേട്ടനെ പോലെ അതിലേക്ക് ഇറങ്ങി തുള്ളിച്ചാടി നമ്മളിലെ ആ ഉറങ്ങിക്കിടക്കുന്ന കുട്ടിത്തം പുറത്തെടുക്കണം. എന്തിനേയും കൗതുകത്തോടെ കാണാൻ കഴിയുന്ന ഒരു കുട്ടിക്കാല മനസ്സ് ഒരിക്കലും കൈമോശം വരുത്തരുത്. അജു ചേട്ടൻ ഇപ്പോഴും ആ ചാമ്യം കൊണ്ട്, അതാണ് അജു ചേട്ടൻ്റെ സന്തോഷത്തിൻ്റെ രഹസ്യം. വളരെ ശരിയാണ്.
ജഗ്ഗു ചെറുതായിരിക്കുന്ന സമയത്തായാലും മണ്ണിലേക്ക് ഇപ്പോൾ മഴയത്തൊക്കെ ഇറങ്ങുമ്പോൾ നമ്മൾ അയ്യോ പനി വരും എന്നൊക്കെ പറയുമല്ലോ. അപ്പോൾ ചേട്ടൻ പറയും മഴയും ഒക്കെ കൊണ്ട് മണ്ണിലൊക്കെ കളിച്ച് വളരണം. അപ്പോഴാണ് വളരെ ശരിയത്. ഈ അകത്തിരുത്തി പുറത്തേക്ക് ഇറക്കാണ്ട് വളർത്തുന്ന കുട്ടികൾക്കായിരിക്കും ഏറ്റവും കൂടുതൽ അസുഖങ്ങൾ. എപ്പോഴും അസുഖമായിരിക്കും. ഒന്ന് വെയിൽ കൊണ്ടാൽ അസുഖം വരും, ഒന്ന് പുറത്ത് മഴ പെയ്താലും അസുഖം വരും, ഒന്ന് വിയർത്താൽ അസുഖം വരും. അപ്പോൾ ചേട്ടനും ജഗ്ഗും മഴയത്ത് കളിക്കാനിറങ്ങും. അത് ഇടിവെട്ടിലപ്പോൾ ഇറങ്ങില്ല ചേട്ടാ. ഇടിവെട്ടുണ്ടെങ്കിൽ ഞാൻ വശത്തേക്ക് പോവില്ല. ഇതായാലും മഴക്കാരൻ കണ്ടപ്പോൾ തൊട്ടന്നെ ഇവിടെ തുള്ളിച്ചാട്ടം തുടങ്ങിയിട്ടാ ചേട്ടൻ. ഞാൻ ഇറങ്ങും പുറത്തേക്ക്, ഞാൻ ഇറങ്ങുന്നു. ഇടിവെട്ടില്ലെങ്കിൽ ഞാൻ ഇറങ്ങുന്നു പറഞ്ഞെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഇടിവെട്ടുണ്ടായില്ല, അപ്പോൾ ഇറങ്ങി. കഴിഞ്ഞിട്ടില്ല. 16 അമ്പല് സരിത. ഇത് ഉടക്കി അജേട്ടൻ. നന്നായി ഉടയ്ക്കണോ അജേട്ടൻ? ഉടച്ചിട്ട് അങ്ങനെ കഴിക്കുമ്പോഴല്ലേ നല്ല ടേസ്റ്റ്. അപ്പോൾ അജേട്ടൻ ഇത് ഉടയും തന്നെ. കണ്ടാ, ഇത് തന്നെ ഉടയും. സരിത തന്നെ ഉടയൂ? അതിങ്ങനെ തന്നെ ഉടയണേ അജേട്ടൻ? അല്ല, അതേ ഇങ്ങനെ ആക്കുമ്പോഴാണോ ഉടയണേ? എന്തെങ്കിലുമൊക്കെ ഉണ്ടാവില്ല നമ്മുടെ വീഡിയോയില്. ശരിക്കും ആളുകൾക്ക് കമന്റ് എഴുതാനായിട്ട് ആ പാകത്തിന് ചില കഷ്ണങ്ങൾ എങ്ങനെയുണ്ടാവും അതില്. ഞാൻ ഈ കമന്റ്സ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, കമന്റ്സ് റിപ്ലൈ കൊടുക്കാതിരിക്കുമ്പോഴാണ് ഞാൻ വീഡിയോ കാണാം രാത്രി. അപ്പം എനിക്ക് ആ വീഡിയോ കാണാൻ തോന്നുന്നു. ഇതുപോലത്തെ വരുന്ന കാണുമ്പോഴേ ഇത്ര തമാശ ഉണ്ടാ എന്നിട്ട് ഞാൻ ആ വീഡിയോ ടി വി നമുക്ക് രസം തോന്നും കാണുമ്പോൾ. ചിലര് വളരെ നമ്മൾ ശ്രദ്ധിക്കപ്പെടാത്തൊരു ഇതുണ്ടാവും. അതൊക്കെ ഭയങ്കര രസമായിരിക്കും. നമ്മൾ അറിയാണ്ടുള്ള തമാശകളില്ലേ. ഷാ ആൻ കൊതിപ്പിക്കുകയാണല്ലേ? കൊതിപ്പിച്ചോളൂ. എവ്രി ഡോഗ് ഹാസ് ഇറ്റ്സ് ഓൺ ഡേ. ഏപ്രിൽ 21 ആയിക്കോട്ടെ, ഞങ്ങളും തിന്നിരിക്കും. ഞങ്ങളും മിന്നിക്കും. ഇപ്പോൾ ഫിഷ്, മട്ടൺ, ചിക്കൻ എല്ലാം നിങ്ങൾ വെച്ച് കഴിക്കി, ഞങ്ങൾ കണ്ടാസ്വദിക്കാം. 20th മുതൽ വി ഓൾസോ കഴിച്ച് ആസ്വദിക്കാം. ജഗ്ഗു സ്റ്റഡി ലീവ് ആണോ? സ്റ്റഡി ലീവ് അല്ല, ആഴ്ചയിൽ ആഴ്ചയിൽ ഒരു പരീക്ഷയ്ക്കുള്ളൂ. അപ്പം ഇന്നിപ്പോൾ ശനിയാഴ്ച, ഇന്ന് പരീക്ഷ ഉണ്ട്. ഇനി ബുധനാഴ്ചയോ അങ്ങോട്ടുള്ളൂ. അപ്പോൾ ആ ഇടയിലത്തെ തിങ്കളും ചൊവ്വയൊക്കെ മുടക്ക് അങ്ങനെ. സരിതാസ് ഫുഡ് റൂട്ടീൻസ് പറയാമോ? സ്ലിം ആൻഡ് ഫിറ്റായി ബോഡി മെയിൻറ്റെയിൻ ചെയ്യുന്നുവല്ലോ രണ്ടാളും. അജു മേ ടുക്ക് എക്സസൈസ് ബട്ട് സരിത യു ടു. സരു പ്ലീസ് ക്ലിയർ മൈ ഡൗട്ട്. മേ ഗോഡ് ബ്ലസ് യു ഓൾ. ഹാപ്പി ടു സി യു ഓൾ എവറി ഡേ വിത്ത് ലവ്. എൻ്റെ ഒന്നും പറയാനില്ല. എന്ത് ഫുഡ് റൂട്ടീൻസ്? ഞാൻ എൻ്റെ സ്ലിം ആൻഡ് ഫിറ്റായിട്ട് ഇങ്ങനെ നിൽക്കണം. ഒന്നാമത്തെ വയറൊക്കെ ചാടി തുടങ്ങി, സ്ലിം ആൻഡ് ഫിറ്റൊക്കെ പോയി തുടങ്ങി. ഞാൻ ഇന്നലെ ചേട്ടനോട് പറഞ്ഞു, ഇങ്ങനെ പോയാൽ എനിക്ക് ശരിയാവില്ല. നാളെ തൊട്ടെങ്കിലും ഞാൻ ചേട്ടൻ്റെ ഒപ്പം എഴുന്നേറ്റ് എക്സസൈസ് ഞാൻ പുനരാരംഭിക്കും. രാവിലെ എണീറ്റിട്ട് എന്നെ എങ്ങനെയെങ്കിലുമൊക്കെ എണീപ്പിച്ചോളൂ. എനിക്ക് എക്സസൈസ് ചെയ്ത് തുടങ്ങാണ്ട് ശരിയാവില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ എണീറ്റാ ഞാൻ ചെയ്തു. അത് കഴിഞ്ഞ് നടക്കാൻ വിളിച്ചു. വെറുതെ നടക്കാൻ വിളിച്ചാ? നീ വന്നില്ലേ? ഞാൻ ജഗ്ഗുവിന് ചായ ഉണ്ടാക്കി കൊടുത്തിട്ട് വരാൻ പറഞ്ഞില്ലേ? ചായ ഉണ്ടാക്കി കൊടുത്തു. കാലത്തെ 6:10 അത് കഴിഞ്ഞിട്ട് ഞാൻ എണീറ്റിട്ട് ഞാൻ ഇത് മാത്രം ചെയ്തു, സൂര്യ നമസ്കാരം മാത്രം ചെയ്തു. അത് ഞാൻ ചില ദിവസങ്ങളിൽ ചെയ്യാറുണ്ട്. പിന്നെ ഭക്ഷണം വളരെ കുറവാണ് കഴിക്കില്ല. കാരണം എക്സസൈസോ ചെയ്യുന്നില്ല. ഇത്ര ഇഷ്ടമുള്ള സാധനമായാലും ഞാൻ കവിലമ്മേ അയ്യോ എൻ്റെ മൈക്ക് പോയി എന്നെ ശക്തി തരി വന്നു പറഞ്ഞിട്ട് അങ്ങോട്ട് നിയന്ത്രിക്കും. രാത്രി പരമാവധി ഫുഡ് ഒഴിവാക്കാറുണ്ട് കേട്ടോ. ചോറൊന്നും കഴിക്കാറില്ല. അതുകൊണ്ടായിരിക്കും. പിന്നെ പ്രത്യേകിച്ച് ഇപ്പോൾ ഈ മിറ്റടി ഞാൻ കുറഞ്ഞില്ല. എൻ്റെ മിറ്റടിക്ക് അടിച്ചു. ഇവിടെ മറ്റേ നമ്മുടെ മിറ്റായിരുന്ന സമയത്ത് എന്തോരാ മിറ്റടിച്ച് കൂട്ടിയിട്ടുള്ള ഞാൻ. അല്ല, ഈ കടപ്പൊക്കെ വിരിക്കണതിൽ മുന്നേ പഴയ മിറ്റേറെ സമയത്ത് പണ്ടത്തെ വീഡിയോ കണ്ടാൽ അറിയാം നമ്മുടെ മുറ്റെങ്ങനെ കിടന്നോടങ്ങി. 3 മണിക്കൂറാണ് മിറ്റടി. 3 മണിക്കൂറൊന്നുമില്ല. 3 മണിക്കൂർ വരും. 3 മണിക്കൂറൊന്നും 3 മണിക്കൂർ ഇതൊട്ടത് മെഷീനാ. 3 മണിക്കൂറൊക്കെ മണിക്കൂറൊക്കെ ഉണ്ടാവാറുണ്ട്. 1.5 മണിക്കൂറൊന്നും. ആ സമയത്തൊക്കെ എനിക്ക് പിന്നെയും ഭക്ഷണം കഴിച്ചാലും അതൊന്നും കണ്ടോടുന്നില്ല. ഇപ്പോൾ ഞാൻ അടിച്ചു വാരലൊക്കെ എൻ്റെ കുറഞ്ഞോടുകൂടി ഞാൻ ഇത്തിരി ഭക്ഷണമൊക്കെ ഇനിയിപ്പോൾ ഇത്തിരി കൂടുതലൊക്കെ കഴിക്കുമ്പോഴത്തേക്കും തന്നെ ഞാൻ വണ്ണം വയ്ക്കുന്നുണ്ട്. അപ്പോൾ പ്രത്യേകിച്ച് ഫുഡ് റൂട്ടീൻസ് ഒന്നും പറയാനില്ല കേട്ടാ. അടുത്തത് തലേബ്രോയ് പ്രണത. അജുവേട്ടൻ ശരിക്കും നടക്കണേനേക്കാൾ രസം കുക്ക് നടക്കണ പോലെ നടക്കുമ്പോഴാണ്. ഒറിജിനൽ നടത്തത്തിന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കുണുക്കമുണ്ട്. ജൂൺ ജൂലൈ അങ്ങനെയാണ് ചേട്ടൻ നടക്കുക. ഞാൻ പോണു. ഞാനിപ്പോൾ കുറേ കമൻറ്റുകൾ വായിച്ചില്ല. അതിലെനിക്ക് ഏറ്റവും ഞാൻ മനസ്സുകൊണ്ട് ആസ്വദിച്ച ഒരു കമൻറ്റാണ് ഇത് കേട്ടാ. നമുക്ക് നടത്തത്തിൽ ഒരു ചെറിയൊരു താളക്രമമുണ്ട്.
പിന്നെ എനിക്ക് എല്ലാവർക്കും ഉണ്ടാവും എന്തെങ്കിലും പ്രത്യേകത. പിന്നെ എനിക്കിത് ജൂൺ ജൂലൈ എന്ന് പറഞ്ഞ അത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര രസമായി കേട്ടോ. ദീപ്തി, ഇതുപോലെ രസികനായ ഒരു ഹസ്സിനെ കിട്ടിയത് സരിതയുടെ ഭാഗ്യം. നമുക്കും ചിരിക്കാൻ അവസരം തന്ന അജുവിന് സ്പെഷ്യൽ താങ്ക്സ്. യൂട്യൂബ് ചാനൽ തുടങ്ങിയതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും കാണാൻ പറ്റുന്നാലും ഞാൻ മാത്രം ഇത് കണ്ട് ചിരിച്ചുകൊണ്ട് ഇരുന്നേനെ. രാഗിണി ദേവി MR, ഇത് രാത്രിയിലേക്ക് ബാക്കി കാണുമോ? കപ്പയും മീനും അടിപൊളി. മഴ കണ്ടപ്പോൾ എന്തൊരാശ്വാസം. തൃപ്പൂണിത്തുറയിൽ ചെറുതായിട്ട് മഴ ഉണ്ടായിരുന്നു. നല്ല മഴ പെയ്തൂടെ. പിന്നെ നല്ല വെയിലായി ഇപ്പോൾ. അച്ചു 14 Pro Max ലേ സരിത, ഹോ ഈ പുളിയുറുമ്പ് മേത്തൊക്കെ കയറുന്നല്ലോ. അജു, ഒന്നും നോക്കണ്ട, എല്ലാത്തിനെയും ചവിട്ടി കൂട്ടിക്കോ. ആ മഴക്കുളി സൂപ്പർ. ഞാൻ ഖത്തറിലാണ് കേട്ടോ. ഇവിടെയും ഇടയ്ക്ക് മഴയായിരുന്നു. നാട്ടിലെ മഴയുടെ ബ്യൂട്ടി ഒന്നും അല്ല ഇവിടെ. ആ പച്ചപിടിച്ച പുല്ലിൽ നിന്ന് വെള്ളം കൈക്കുമ്പിൾ എടുക്കുന്നതൊക്കെ എന്താ രസം. നമ്മൾ ഓരോ മൊമെൻറ്റും സന്തോഷിക്കണം. അജുവേട്ടാ സരിതേച്ചി എന്തൊക്കെയോ പറയണം എന്നുണ്ട്. ഇവിടെ ആര് കേൾക്കാനല്ലേ. നമ്മുടെ അവിടുത്തെ മഴ ഭംഗി അവിടുത്തെ മഴയ്ക്കില്ല എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അതെനിക്കറിയാം. ഗൾഫിലെത്തി ഇവിടെ ഒരു പച്ചപ്പിൻ്റെ ഇടയിലാണല്ലോ മഴ വീണ, അപ്പോൾ ഇത്തിരി കൂടി ഒരു രസം നമുക്ക് തോന്നും. റോഷ്നി, അജു മീനിൻ്റെ വലിപ്പം കുറച്ചുകൂടി പോയോ എന്ന് സംശയം. പിന്നെ കപ്പയും മീനും എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ഫുഡാണ്. ഇപ്പം ഞങ്ങൾക്ക് ഈസ്റ്റർ നോയമ്പ് ആയതിനാൽ ഉണ്ടാക്കാറില്ല. പിന്നെ പുളിയുറുമ്പ് ഇങ്ങനെ വരുമ്പോൾ എൻ്റെ അച്ഛനുണ്ടായിരുന്ന കാലത്ത് എല്ല് കെട്ടി തൂക്കി വിടും നീറ് വരുന്നിടത്ത്. അപ്പോൾ എല്ലാം നായിൽ കയറും. അപ്പോൾ കരിച്ചു കളയും. അജു മഴയത്ത് കുളിക്കുന്നത് കണ്ടപ്പോൾ ന്യൂസ്റ്റു അടിച്ചു. ഞാൻ മസ്കറ്റിലാണുള്ളത്. എൻ്റെ മക്കൾ ചെറുതായിരുന്നപ്പോൾ ജൂൺ ജൂലൈ ആണ് ഹോളിഡേയ്സ്. അപ്പോൾ നാട്ടിൽ നല്ല മഴയായിരിക്കും. എൻ്റെ മക്കൾ മഴ വരാൻ കാത്തിരിക്കും. ജൂൺ ജൂലൈ കാത്തിരിക്കും മഴയിൽ കുളിക്കാൻ. ഇവിടെ മസ്കറ്റിൽ വല്ലപ്പോഴും മഴ പെയ്യും. എൻ്റെ മക്കൾ സ്കൂൾ വിട്ട് വരുമ്പോൾ സാധാരണ എൻ്റെ ഹസ്ബൻഡാണ് പിക്ക് ചെയ്യാറ്. മഴയത്താണെങ്കിൽ സ്കൂൾ ബാഗും ഷൂവും കാറിൽ ഊരി വെച്ചിട്ട് സോക്സ് ഇട്ടും മഴയത്ത് കൂടി നടക്കും. വീട്ടിലെത്തുമ്പോൾ സോക്സ് വേസ്റ്റിലിടാൻ പരിമമാകും. എല്ലാവിധ ആശംസകൾ നേരുന്നു. പിന്നെ ചിക്കൻ മോമോസ് ട്രൈ ചെയ്തു ഗോതമ്പ് പൊടിയിൽ. എല്ലാവർക്കും ഇഷ്ടമായി. നമ്മുടെ മീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീൻ ഓല മീനിൻ്റെ അതിൻ്റെ ചുണ്ട് കണ്ടില്ലേ, ഇത്രയ്ക്ക് നീളത്തിലുണ്ടാവും ചുണ്ട്. ചുണ്ടിന്റെ നീളം തന്നെ ഇത്രയ്ക്ക് ഉണ്ടാവുന്നു. അതിന് മുകളിൽ ഇങ്ങനെ ഒരു ഓല പോലെ അങ്ങനത്തെയാണ്. അങ്ങനത്തെ ഒരു മീനാണ്. നല്ല വലിപ്പമുള്ള സാധനം. മീൻ വലിപ്പമുണ്ട്, നല്ല നീളമുണ്ട്. അതിന് മൊത്തം നീളമാണ് നോക്കുന്നത്. ഉടല് ശരിക്ക് ആ കൊക്കിൻ്റെ അവിടെ നിന്ന് ഇവിടെ നിന്ന് മുറിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രയ്ക്ക് വലിപ്പം ഉണ്ടാവില്ല. പക്ഷെ ആ വാലും ഒക്കെ കൂടിയിട്ടാകുമ്പോൾ ഭയങ്കര നീളമാണ്. നീ കണ്ടിട്ടില്ല? ജീന്തുഗോപൻ്റെ നമ്മൾ ചോരക്കാലം എന്ന് പറഞ്ഞ് നാടകം ചെയ്യുന്നതിൽ ഓലമീൻ്റെ ഒരു ഓല മീനാണ് മെയിനായിട്ട് അവരെ കൊല്ലം കടപ്പുറത്തെ അങ്ങോട്ട് കഥ നടക്കുന്നത്. അതിൽ ഈ ഓലമീനാണ് കാണിക്കുന്നത്. അടുത്തത് ഓലി എന്ന് പറയട്ടെ ഇവിടെ. വീണ ഹർഷൻ. 4 മണിയാകുമ്പോൾ ചേട്ടാ അടുക്കളയിലേക്ക് വന്നിട്ട് ഇതെന്തോരം ചോറായത് മുഴുവൻ നാശാവില്ലേ, വൈകുന്നേരം വീണ്ടും അരിയിടേണ്ടി വരാമോ? മീൻ കറി ഉണ്ടേ, ഒരു തണുപ്പം മട്ടുമില്ല. എനിക്ക് ഒരുപാട് ഇഷ്ടമായി. മഴ എൻജോയ് ചെയ്യുന്ന അജുവേട്ടനും സരിതേശും ചെയ്തു. എത്ര തണുപ്പടിച്ചാലും അജുവേട്ടന് എന്തെങ്കിലുമൊക്കെ ഡയലോഗ് ഉണ്ടാവും ഞങ്ങൾക്ക് ചിരിക്കാൻ. ഒരുപാട് ഇഷ്ടം. സന്തോഷം. അടുത്തത് ലീന രാധാകൃഷ്ണൻ. എന്ത് രസമാണ് നിങ്ങളുടെ വീഡിയോ കാണാൻ. എല്ലാം പറമ്പിൽ നിന്ന് പറിക്കുക, കഴുകുക, വെക്കുക, കഴിക്കുക. ഇതിൽ പരം എന്ത് വേണം? എത്ര കോടികൾ ഉണ്ടായാലും ഈ ഒരു സുഖം ഇവിടെ കിട്ടും. എനിക്ക് ഇങ്ങനെയൊക്കെ കൃഷി ഇഷ്ടമായിരുന്നു. പക്ഷെ പുള്ളിക്കാരന് ഇതൊന്നും താല്പര്യമില്ല. ചിലർക്ക് അതിനുള്ള സാഹചര്യങ്ങളും സൗകര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ നമുക്ക് അതുപോലെ അങ്ങോട്ട് ആസ്വദിച്ച് ജീവിക്കാനായിട്ട് പറ്റാത്ത അവസ്ഥകളുണ്ടാവും അല്ലേ. നമുക്ക് ആ ഭാഗ്യമുണ്ട്. ആണുങ്ങൾക്ക് താല്പര്യം ഉണ്ടായാലും നടക്കും. ഇപ്പോൾ ചേട്ടനാണല്ലോ താല്പര്യം. എനിക്ക് അത്രയ്ക്ക് കൃഷിയോടൊന്നും താല്പര്യമില്ല. ഞാൻ ചേട്ടൻ്റെ ഒപ്പം ഇങ്ങനെ വെറുതെ ഇങ്ങനെ നിൽക്കണമെന്നല്ലേ ഉള്ളൂ. ഞാൻ അല്ലാണ്ട് ഒന്നും ചെയ്യണില്ല. അതേസമയം എനിക്ക് ഭയങ്കര താല്പര്യമുണ്ട്. ചേട്ടന് ഒട്ടും താല്പര്യമില്ലെങ്കിലോ അല്ലേ, ചിലപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല. രണ്ടുപേർക്കും താല്പര്യം നന്നായി, കൂടുതൽ നന്നായി. അല്ല, ചെറിയേട്ടൻ്റെ അവിടെ ചെറിയേച്ചിയാണ് അടിപൊളിയായിട്ട് ചെയ്യുക. പറമ്പിലൊക്കെ ഇറങ്ങി നന്നായിട്ട് കളച്ച് പണിയെടുക്കും ചെറിയേച്ചി. അടുത്ത് പ്രസീത ഹരി. ഇതുപോലുള്ള വീഡിയോ കാണാൻ എന്ത് രസമാണ്. പാചകവും കഴിപ്പും ഉള്ള വീഡിയോ ആണെങ്കിൽ അത് മുഴുവൻ ഇരുന്ന് കണ്ടിട്ടേ വേറെ കാര്യമുള്ളൂ. അജുവേട്ടൻ്റെ ബനിയൻ്റെ കളർ കണ്ണിൽ കുത്തുന്നു. ആ പിങ്ക് കളറ് മാറ്റാം. അടുത്തത് സിജോ സോണി. കപ്പയും മീൻകറിയും കൊതിപ്പിച്ച് പണ്ടാരം അടങ്ങി. എൻ്റെ ഏറ്റവും ഇഷ്ട ഭക്ഷണം. 3 നേരം വേണമെങ്കിലും ഞാൻ കഴിക്കും. എന്നിട്ട് മൈഗ്രീൻ അടിച്ചു കിടക്കും. ഞങ്ങൾ കുവൈറ്റിലാണ്. എന്തത് കപ്പയും മീൻകറി കഴിച്ചാൽ മൈഗ്രീൻ വരൂ? ചിലർക്ക് ചില ഫുഡിൻ്റെ ആണെന്ന് പറഞ്ഞിട്ടുണ്ട് ചിലർക്ക് മൈഗ്രീൻ വരുന്നത്. ശ്രീദേവ ഡോക്ടറെ. അപ്പം നമ്മുടെ SBMൻ്റെ മൈഗ്രീനോള് വാങ്ങിയിട്ടേ നിറയലാക്കി, അതായത് പുലർച്ചയ്ക്ക് എഴുന്നേൽക്കുക, സൂര്യ ഉദിക്കുന്നതിന് മുന്നേ നിറുകയിലാക്കിയിട്ട് ഒരു 20 മിനിറ്റ് കഴിയുമ്പോൾ അത് കഴുകി കളയുക. അങ്ങനെ ചെയ്യട്ടാ, ഒരാഴ്ച അത് മാറും. പിന്നെ ഒരു പ്രശ്നം ഉണ്ടാവില്ല.
അടുത്തത് അജീഷ് വി സി. നമസ്കാരം ജഗ്ഗു. ജഗ്ഗു പറയാണ്, അമ്മ ഒന്നും മിണ്ടാണ്ടിരിക്കണുണ്ടോ? ആയുധം വെച്ചിട്ടുള്ള കളിയാണ്, എൻ്റെ കോൺസെൻട്രേഷൻ തെറ്റും. ഞാനൊന്ന് ഗൗരവത്തിൽ ഇരുന്നോട്ടെ. ജഗ്ഗു ഗൗരവത്തിലിരിക്കുന്നത് കാണില്ല, ഫുൾ ടൈം ചിരിച്ചിട്ടിരിക്കുള്ളൂ. അടുത്തത് വൈജയന്തി മനോഹരൻ. ജഗ്ഗു ആക്ഷൻ കുറേ ചിരിച്ചു. അജുവിൻ്റെ മഴയത്തുള്ള കളി, ഒരു 5 വയസ്സുകാരൻ്റെ കളി, തുള്ളി കളിക്കുന്ന കുഞ്ഞിപ്പുഴു, പാവം സരിത, പ്രാന്തായോ എന്ന് പറഞ്ഞതും കുറേ ചിരിച്ചു. ഇന്നത്തെ വീഡിയോ സൂപ്പർ. കപ്പയും മീനും. ആവോലിയാണോ ഈ ഓലി എന്ന് പറയണത്? അല്ലല്ല, ഓലി എന്ന് പറഞ്ഞൊരു ഓലമീൻ എന്ന് പറയും ഇവിടെ. ഓലി പല സ്ഥലങ്ങളും പല പേരുകളായിരിക്കും. ചിറകുകളുള്ള മീൻ, അതുകൊണ്ടാണ് അതിനെ ഓലമീൻ എന്ന് പറയുന്നത്. ഓലക്കുടി എന്നൊക്കെ പറയൂട്ടാ. സിജി രാജേഷ്. അജു ചേട്ടാ, മഴയത്തുള്ള കുളിയല്ല കളി, ഒരു രക്ഷയില്ല. ഞങ്ങൾ മനസ്സിലാഗ്രഹിക്കുന്ന കാര്യങ്ങളാണ് അജുചേട്ടൻ ചെയ്ത് കാണിക്കുന്നത്. അത് കണ്ടു കഴിയുമ്പോഴാണ് എത്ര മനോഹരമാണ് എന്ന് മനസ്സിലാവുന്നത്. ഈ പ്രാവശ്യം ചക്കയില്ലാത്തതുകൊണ്ട് കൊള്ളിയും പറിച്ചിറങ്ങിയേക്കാം രണ്ടുപേരും കൂടി മനുഷ്യനെ കൊതിപ്പിക്കാൻ. മഴ പെയ്യുമ്പോൾ എല്ലാവരും എന്ത് മഴയത്ത് അങ്ങോട്ട് ഇറങ്ങി കളിച്ചു പോകിട്ടാ. എന്താ വരണേ നോക്കാലോ. ഇടിവെട്ടും മിന്നലില്ലാത്ത അതന്നെ. അയ്യോ, നമുക്ക് ഉള്ളിലൊരാഗ്രഹം ഉണ്ടാവും. പക്ഷേ ആൾക്കാർ കാണുന്നവർ എന്തിട്ടാ പറയാന്നൊക്കെ വിചാരിച്ചിട്ടോ ഒരാളെയും മൈൻഡ് ചെയ്യണ്ട, നമ്മുടെ ഇഷ്ടത്തിന് ചാടി മറയാ വെള്ളത്തിലൊക്കെ. അടുത്തത് ധനരാജൻ. ഞങ്ങളുടെ നാട്ടിൽ ഈ മീൻ ഓലമീൻ എന്നാണ് പറയുന്നത്. കൊച്ചിൻ ഹാർബറിൽ ബോട്ടിൽ നിന്നും ധാരാളം മീനുകൾ ഇറക്കുന്നത് കണ്ടിട്ടുണ്ട്. കപ്പ പുഴുങ്ങുമ്പോൾ വെള്ളം ഒഴിക്കുന്നത് കപ്പയ്ക്ക് മുകളിൽ നിൽക്കണം. ഞങ്ങളുടെ നാട്ടിൽ ഇപ്പോൾ മീൻ പിടിക്കുന്ന സമയമാണ്, മാർച്ച് ഏപ്രിൽ. ചെമ്മീൻ വളർത്തുന്ന ചാലുകളിൽ നിന്നുമാണ് മീൻ പിടിക്കുന്നത്. വലിയ സൈസ് പിലോപ്പിയൊക്കെ കിട്ടും. അത് കറി വെച്ചതും കപ്പയും കൂട്ടി കഴിക്കാൻ നല്ല രസമാണ്. വീഡിയോ അടിപൊളി. എഴുപുന്ന ധനരാജൻ. അടുത്ത അശോക് വേൾഡ്. പാടത്ത് ജോലിയെടുത്ത് വിശന്നു വരുന്നവർക്ക് ഈ ചൂട് ചോറും ഓലും മീൻ കറിയും. ഹായ്, എന്താ രസം. പിന്നെ ഒരു മഴയും. മിന്നിക്കും ചേട്ടൻ ചേച്ചി ഗംഭീരമായി. പിന്നെ പ്രശാന്ത് വാഗിൽ ദുബായ് ഫുജൈറ. എൻ്റെ പേര് പറയണം. വീട് ചാവക്കാട്, എടക്കഴിയൂർ, പഞ്ചവടിയിലാണല്ലോ അവിടെ നമ്മൾ ഈ ബലിയുടെ പോകുന്നത്. പഞ്ചവടിയിൽ കഴിഞ്ഞ. അപ്പോൾ നമ്മുടെ കമന്റ് വായന ഇന്നത്തെ കഴിഞ്ഞിരിക്കുകയാണ്. വായിക്കാത്തവര് ദേഷ്യം തോന്നുന്നത് കമന്റ് നിർത്തരുത്. ഒരു ഇന്ദിര എന്ന് പറഞ്ഞ ചേച്ചി പറഞ്ഞിട്ടുണ്ട് കമന്റ് ഇടില്ല നീ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ ചേച്ചിയുടെ കമന്റ് ഞാനിപ്പോൾ വായിക്കാൻ നേരത്ത് ആ കമന്റ് കുറെ തപ്പിയിട്ട് കാണാനുമില്ല. നമ്മളെ ഇനിയും വൈകും ഈ 6-7 വീഡിയോ എന്നുള്ളത് തപ്പിയെടുക്കണ്ടേ. അപ്പോൾ എന്താ പറയുക, വായിക്കാത്തവർ വിഷമിക്കരുത്, നിങ്ങളെ വായിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നിർത്താം. അടുത്ത വീഡിയോ കാണുന്നവരെ നന്ദി, നമസ്കാരം.